നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ മെയിൻ ഫോക്കസ് ഞാൻ പറഞ്ഞ മാതിരി ടേക്ക് ഓഫ് ആണ്. അല്ലാണ്ട് ഈ സ്വിച്ച് ഓഫ് ആക്കാനോ അത് ഐ സ്വിച്ച് ഓൺ ആക്കാനുള്ള ടൈം ഉണ്ടാവില്ല. ഒരു വീഡിയോ കണ്ടത് ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനവും സന്തോഷവും, സത്യം പറഞ്ഞാൽ എനിക്ക് ഗൂസ് ബംസ് വന്നു. ഒരു ചെറിയ പക്ഷി വന്നിടിച്ചാൽ വിമാനം തകർന്നു പോകുന്നൊക്കെ പറയുന്നു. ഈ ജോലി നമുക്കൊരു ഫ്രീഡം തരും. വെച്ചാൽ നമ്മൾ 9 to 5 മാതിരിയുള്ള ജോബല്ല. വിമാനങ്ങൾ നമ്മുടെ എല്ലാം കൗതുകമാണ്. ആകാശത്തൂടെ പറന്നു പോകുന്ന ഈ ലോഹ പക്ഷിയെ അത്ഭുതത്തോടെ നമ്മളെന്നും നോക്കി നിൽക്കും. നമ്മുടെ രാജ്യത്ത് 148 കോടി ജനങ്ങളുണ്ട്. അതിൽ 1% പോലും വിമാനത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ വിമാനം പറപ്പിക്കുക എന്ന് പറയുന്ന ശ്രമകരമായ ഒരു ജോലി, അത്ഭുതകരമായ ഒരു ജോലിയായിട്ട് നമ്മൾ കാണാറുണ്ട്. പൈലറ്റിനെ നേരിട്ട് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? ഞാനൊരു പൈലറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പൈലറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റ്, 21 വയസ്സിൽ പൈലറ്റായി. അശ്വത് പുഷ്പൻ എയർ അറേബ്യയുടെ പൈലറ്റാണ്. മലയാളിയായ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അശ്വത് നമ്മുടെ അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിമാനത്തെക്കുറിച്ച്, വിമാനം പറക്കുന്നതിനെക്കുറിച്ച് ഒക്കെ ചോദിക്കാനുണ്ട്. അശ്വത്, ഇന്ത്യ ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. അശ്വതിനെ ഞാൻ പരിചയപ്പെടുന്നത് അശ്വതിൻ്റെ അച്ഛൻ വഴിയാണ്. അതെ, എൻ്റെ സുഹൃത്താണ് പുഷ്പൻജി. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരിക്കൽ യാദൃശ്ചികമായിട്ടാണ് കണ്ടുമുട്ടുന്നത്. അതെ, നിങ്ങളുടെ കൊയിലാണ്ടിയിലെ റിസോർട്ടിൽ വെച്ചിട്ട്. അതെ. അപ്പോൾ ഏതായാലും അതിനുശേഷം ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു ദിവസം അശ്വതിനെ നമ്മുടെ ചാനലിൽ കൊണ്ടുവരണം എന്ന് ആലോചിച്ചിരുന്നിട്ട് പുഷ്പൻജിയോട് സംസാരിക്കുമ്പോഴാണ് അശ്വത് വരുന്നു എന്നറിയുന്നത്. ഏതായാലും ഇപ്പം നമ്മൾ ഈ വിമാനയാത്ര എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ ഭാരതത്തിലെ മഹാഭൂരിപക്ഷത്തിനും ഒരു സ്വപ്നം മാത്രമാണ്. 1% ആളുകൾ പോലും, ഞാൻ പറഞ്ഞ പോലെ 148 കോടിയിൽ 1 കോടി ആളുകൾ വിമാനത്തിൽ പറന്ന് കാണത്തില്ല. ഇനിയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മേഖലയാണ് വ്യോമയാത്ര എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമേ അറിയേണ്ടത്, അശ്വത് എങ്ങനെയാണ് പൈലറ്റായത്? ഒരു ഡ്രീം വെച്ചാണ്. ചെറുപ്പത്തിൽ മുതൽ ഞങ്ങൾ ആദ്യം ദുബായ് വീട്ടിൽ ഞങ്ങളൊരു എയർപോർട്ടിനടുത്തായിരുന്നു താമസിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന കാണും. എന്നിട്ട് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈക്ക് ഡിസപ്പിയർ ആയി പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. എങ്ങോട്ടേക്കായി പ്ലെയിൻ പോകുന്ന പറന്നെങ്ങനെ ചെറുതായി ഇല്ലാണ്ടാവും. അതന്നെ. അപ്പോൾ അവരിന് സ്റ്റാർട്ട് ചെയ്തൊരു ബഗ്ഗാണ് പറയുക, ലൈക്ക് ഒരു ഡ്രീം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സ്കൂളിൽ പഠിച്ചു. ഒരു പൈലറ്റ് ആവണമെന്നുള്ള മോഹം ചെറുതിലേ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പേരൻസ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ആരും പറഞ്ഞില്ല ഇത് ചെയ്യേണ്ട, ഇത് ഡേഞ്ചറസ് ആണെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവരിനെ വെച്ച് റിസർച്ചൊക്കെ ചെയ്തപ്പം ഒരു എയർലൈനിലുള്ള കാഡറ്റ് പ്രോഗ്രാം വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. 17 ആകുമ്പോൾ +2 കഴിഞ്ഞിട്ടുള്ള എൻട്രൻസ് എക്സാം ഒക്കെ ചെയ്തു. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു. +2 കഴിഞ്ഞാൽ പൈലറ്റ് ആവാം അല്ലേ? അതെ, +2 കഴിഞ്ഞിട്ട് പിന്നെ അതിൽ എൻട്രൻസിൽ തന്നെ കുറേ ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്. ആദ്യം മെഡിക്കൽ ചെക്ക് ചെയ്യും. നമ്മൾ ഫുൾ ക്ലാസ് 1 മെഡിക്കലാണ് അതിന് പറയാം. അത് ഫുൾ എല്ലാ വർഷം ചെയ്യുന്ന ഒരു ടോപ്പസ്റ്റ് മെഡിക്കൽ ടെസ്റ്റാണത്. അല്ല, ഇടയ്ക്ക് +2-ന് ഏത് പ്രത്യേക ബ്രാഞ്ച് വേണമെന്നുണ്ടോ? സയൻസ് ബ്രാഞ്ചും കോമേഴ്സ് അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല. ഇല്ല, ഏത് +2 പഠിക്കുന്നവർക്കും പൈലറ്റ് ആവാം. ആർക്കും. ആകെ മെയിൻ തിങ് എൻട്രൻസ് എക്സാം പാസ്സാവണം. പക്ഷേ ഇന്ത്യയിൽ അത് വേറെ ഇതാണ്. ഇന്ത്യയിൽ സയൻസ് വേണം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. ഞാൻ ആ ഓർമ്മയിലാണ് ചോദിച്ചത്, ഇവിടെ സയൻസ് വേണം. അതാണ്. അപ്പോൾ കോമേഴ്സ് ചെയ്ത ആൾക്കാരും ഞാൻ പണ്ട് റിസർച്ച് ചെയ്തപ്പോൾ പറഞ്ഞ് നമുക്ക് സയൻസ് എക്സാം എഴുതാം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് യു ക്യാൻ അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ അക്കാഡമിയിൽ ലൈക്ക് അങ്ങനത്തെ പ്രിഫറൻസ് ഇല്ല. ഏത് ബ്രാഞ്ച് ആയാലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് എൻട്രൻസ് എക്സാം ഉണ്ടാവും. ആദ്യം മെഡിക്കൽ, പിന്നെ റിട്ടൺ എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് സൈക്കോമെട്രിക് ടെസ്റ്റ് പറഞ്ഞൊരു സാധനമുണ്ട്. വെച്ചാൽ നമ്മളൊരു ജോയ്സ്റ്റിക്ക് ഹോൾഡ് ചെയ്യും. നമ്മൾ ലെഫ്റ്റ് കാണിക്കുമ്പോൾ ബോൾ റൈറ്റിലേക്ക് പോകും. നമ്മൾ ഹാൻഡ് ഐ കോർഡിനേഷൻ എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യും. പിന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അക്കാഡമിയിൽ. അതിൽ ഫസ്റ്റ് 8 to 9 months തിയറിയാണ്. ഫുൾ ഏവിയേഷൻ്റെ ബേസിക്സും ഒക്കെ അത് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെറിയ പ്ലെയിൻ, സെസ്ന 172 പറയും. 2 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെറിയൊരു പ്ലെയിൻ. നമ്മുടെ ഇവിടുത്തെ ഫ്ലൈറ്റിലെ പോലൊക്കെ സെസ്നയാണ്. അതാണ്. അവരിനെ സ്റ്റാർട്ട് ചെയ്യും. അതിലൊരു 3-4 months അതിൽ ട്രെയിനിങ് അയക്കും. അതിലാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യാൻ. ഒരു 3 hours നമ്മൾ ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യും, ആരും ഇല്ലാണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിമുലേറ്ററിൽ സ്റ്റാർട്ട് ചെയ്യും. വെച്ച ശരിക്കുള്ള പ്ലെയിനിൻ്റെ ഒരു സെസ്ന കഴിഞ്ഞിട്ടാണ് സിമുലേറ്റർ. അതാണ്. നമ്മുടെ ഇവിടെയൊക്കെ ഡ്രൈവിങ്ങിന് വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് സിമുലേറ്ററാണ്. അതാണ്, നേരെ തിരിച്ചാണ്. അപ്പോൾ നമ്മൾ സിമുലേറ്റർ അഗൈൻ ഒരു 6 to 8 months ഉണ്ടാവും. ഒക്കെ മെയിൻലി ഫെയിലിയേഴ്സും എൻജിൻ ഫെയിലിയറും ഫയർ വന്നാലും പിന്നെ നമ്മളൊരു ലാൻഡിങ് ഗിയർ പോയാൽ എങ്ങനെയൊക്കെ ലാൻഡ് ചെയ്യേണ്ട ഫുൾ ട്രെയിനിങ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കുള്ള പ്ലെയിനിൽ വീണ്ടും ഒരു 4-5 months ട്രെയിനിങ് ഉണ്ടാവുക. അത് നമ്മൾ ഫൈനൽ എക്സാം റിലീസ് ചെയ്താൽ പിന്നെ നമ്മളൊരു
പ്രോപ്പർ ഫസ്റ്റ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യും എയർലൈനിൽ. അശ്വത് ഇപ്പോൾ ആകെ എത്ര മണിക്കൂർ പറഞ്ഞു? എനിക്കിപ്പോൾ 1300 മണിക്കൂറായി. ഇനിയും കുറേ പോകാനുണ്ട്, മണിക്കൂർ ഇനിയും ബിൽഡ് ചെയ്യണം. ഒരു ക്യാപ്റ്റൻ ആവണമെങ്കിൽ ഒരു 4000 hours വേണം. അതൊരു അനദർ 2-3 years കൂടി. ഇപ്പോൾ ഫസ്റ്റ് ഓഫീസറാണ്. ഇപ്പോൾ ഫസ്റ്റ് ഓഫീസർ. ഇതെന്താ വ്യത്യാസം, ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫസ്റ്റ് ഓഫീസർ റൈറ്റ് സീറ്റിലാണ്, ക്യാപ്റ്റൻ ലെഫ്റ്റ് സീറ്റിലാണ്. ക്യാപ്റ്റനാണ് ഫൈനൽ ഡിസിഷൻ. എന്ത് പറഞ്ഞാലും ക്യാപ്റ്റൻസ് ദ ഫൈനൽ പേഴ്സൺ. പക്ഷെ നമ്മളെയും എക്സ്പീരിയൻസ് വെച്ച് നമ്മളെയും രണ്ടാളും കൺസൾട്ട് ചെയ്യും. പിന്നെ ഈ കോക്പിറ്റിൽ ഒരാൾ മാത്രം പ്ലെയിൻ ഓടിക്കാൻ പറ്റില്ല, രണ്ടാളെ മൈൻഡ് വേണം എപ്പോഴും. അപ്പം ഫസ്റ്റ് ഓഫീസർ വെച്ചാൽ ഞങ്ങൾ ഏവിയേഷനിൽ പറയുക ട്രെയിനിങ് ക്യാപ്റ്റനായിട്ടാണ് പറയാം. ഇയാൾ റൈറ്റ് സീറ്റിൽ 3 സ്ട്രൈപ്പ് ഉണ്ടാവും, ലെഫ്റ്റിലിരിക്കുന്ന ആൾക്ക് 4 സ്ട്രൈപ്പ് ഉണ്ടാവും ഇവിടെ ഷോൾഡറിൽ. അതാണ് മെയിൻ ഡിഫറൻസ്. ക്യാപ്റ്റൻ എപ്പോഴും മോർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള. അതെ, 4000 മണിക്കൂറെങ്കിലും മിനിമം പറഞ്ഞിട്ടുള്ള ആളാണ്. അതാണ്. അപ്പോൾ അശ്വത് ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് സെസ്നയിൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏതാനും മണിക്കൂറുകൾ തനിച്ച് പറന്നു. അങ്ങനെ ആദ്യമായിട്ട് തനിച്ച് പറക്കാൻ പോകുന്നു എന്ന് തോന്നിയപ്പോൾ ഭയം ഉണ്ടായിരുന്നോ? ഭയം പറഞ്ഞാൽ ഓഫ്കോഴ്സ് ഉണ്ടാവും. കാരണം ഒരു പ്ലെയിന് നമ്മൾ മേലോട്ടേക്ക് പോകാണ്. പക്ഷെ അന്ന് ഈ സീറ്റിൽ ഇരുന്നപ്പോൾ ആദ്യമായിട്ടായി ടേക്ക് ഓഫ് ആകുമ്പോൾ ഒരു ഉള്ളിലൊരു വേറെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ സ്വന്തം എല്ലാം ഒരു ഫീലിംഗ് ആണ്, വല്ലാത്തൊരു ആഹ്ലാദമോ സന്തോഷമോ അല്ലേ? അത് ആദ്യം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒക്കെ ബാക്കിലത്തെ ഒക്കെ അല്ല പഴയ പഠിക്കുന്ന സമയത്തിലൊക്കെ മെമ്മറീസ് ഇങ്ങനെ വന്നിരിക്കും. ഒക്കെ ഹാർഡ് വർക്ക് ചെയ്ത് ഈ സമയത്ത് ഇങ്ങനെ എത്താൻ പറ്റില്ല. നമുക്കൊരു അഭിമാനം തോന്നും. അതുണ്ട്, അഭിമാനമുണ്ട്. പിന്നെ ഒരു സെൻസ് ഓഫ് വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഈ ഒരു മെഷീൻ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. അങ്ങനെ വേറെ ഫീലിംഗ് ഞാൻ പറഞ്ഞ മാതിരി ഒന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് നമ്മളിങ്ങനെ നിറഞ്ഞ് കവിയുന്നൊരു അനുഭവമാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇപ്പോൾ ഫ്ലൈറ്റിൽ പോവാണ്. ഞാനിപ്പോൾ ഓർക്കുന്നത്, ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, എന്നോട് അച്ഛൻ എനിക്ക് അയച്ചു തന്നു. ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനവും സന്തോഷവും, സത്യം പറഞ്ഞാൽ എനിക്ക് ഗൂസ് ബംസ് വന്നു. അതായത് പ്രേക്ഷകരെ നിങ്ങൾ അറിയണം, അശ്വതിൻ്റെ ഫ്ലൈറ്റ് പോവാണ്. പെട്ടെന്ന് കോക്പിറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മൈക്ക് എന്നല്ലേ പറയുന്നത്, അങ്ങനെയല്ലേ പറയുന്നത്, ടെലിഫോൺ പോലെയുള്ള സാധനം, നമ്മളെ PA സിസ്റ്റം, PA സിസ്റ്റം എടുത്ത് പബ്ലിക് അഡ്രസ് സിസ്റ്റം, അതെടുത്ത് PA സിസ്റ്റം എടുത്തിട്ട് പറയുന്നു, ഞാൻ പ്രിയപ്പെട്ട യാത്രക്കാരെ, എനിക്ക് ഈ വിമാനത്തിൽ ഒരു പ്രത്യേക അതിഥിയുണ്ട്, വളരെ പ്രിയപ്പെട്ട ഒരു പേഴ്സൺ ഉണ്ടെന്ന് പറയുന്നു. എല്ലാവരും കൗതുകത്തോടെ നോക്കിയിരിക്കുമ്പോൾ ആരാ വന്നത്? എൻ്റെ അമ്മ. വല്ലാത്തൊരു അനുഭവമായിരുന്നു അല്ലേ? അമ്മ വന്ന് കെട്ടിപ്പിടിക്കുന്ന സീൻ കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ അമ്മ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല, അമ്മ എന്ത് പറഞ്ഞു അങ്ങനെ വിളിച്ചപ്പോൾ? അമ്മ കരുതിയിരുന്നോ ഇങ്ങനെ വിളിക്കുമെന്ന്? ഇല്ല, അമ്മയ്ക്ക് ഞങ്ങൾ എപ്പോഴും ചെറുപ്പത്തിൽ തന്നെ ഞാൻ ട്രെയിനിങ് സമയത്ത് ഞങ്ങൾ പറയാനും അമ്മേനോ അച്ഛനാലും എല്ലാവരും ഒരുമിച്ച് ഒരു ദിവസം പ്ലെയിനിൽ കയറണം. കാരണം നമ്മൾ കുറേ വേറെ പൈലറ്റുമാരും ഇങ്ങനെ ചെയ്യും. അമ്മയുടെ പേരെന്താ? സുമ. അപ്പോൾ അമ്മ ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമാകും. അതെ, അമ്മേനെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ പറയും, ഈ വീഡിയോ കണ്ടില്ല നമ്മളും ഇങ്ങനെ ചെയ്യും. ഏച്ചിനോരും പറയും, ഞാനായി ഒക്കെ നമ്മൾ ഫുള്ള് പ്രിപ്പയർ ചെയ്ത് ചെയ്യും. പിന്നെ ഒരു ദിവസം ലക്ക് കാരണം ഒരു ഫ്ലൈറ്റ് കിട്ടി അമ്മേനോട്. അപ്പോൾ ഫുൾ ടൈം അമ്മയ്ക്ക് അറിയില്ല ഇത് ഞാൻ ഫ്ലൈറ്റിലുണ്ടെന്നൊക്കെ. അമ്മ അറിഞ്ഞിരുന്നില്ല? ഇല്ല, അമ്മയ്ക്ക് തീരെ അറിയാതെ വന്ന് ഫ്ലൈറ്റ് കയറിയതാണ്. അതാണ്. അത് എവിടേക്ക് പോകുന്ന ഫ്ലൈറ്റ് ആയിരുന്നു? അമ്മ അന്ന് പാക്കു അസർബൈജാന് പോവായിരുന്നു, ഫ്രണ്ട്സിനൊരു ട്രിപ്പ്. അപ്പം അന്ന് ഞാൻ അമ്മയുണ്ടെന്ന് അശ്വതിന് അറിയായിരുന്നു? എനിക്കറിയാം, അമ്മയ്ക്ക് അറിയാം. പക്ഷെ അമ്മയ്ക്ക് അറിയില്ല ഞാൻ ഫ്ലൈറ്റിലുണ്ടെന്ന്. എന്നിട്ട് അമ്മ വന്നപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്, അമ്മേനെ തീരെ പ്രതീക്ഷിച്ചില്ല. എൻ്റെ അടിപൊളിയായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നത്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ അമ്മയോട് ചോദിക്കാമായിരുന്നു, ക്യാമറയ്ക്ക് മുന്നിലുണ്ടായിരുന്നു. ഏതായാലും എനിക്കും അത് കണ്ടപ്പോൾ, ആ വീഡിയോ കണ്ടപ്പോൾ ഞാനും ഭയങ്കര ത്രിൽഡായി. കാരണം ഒരു വല്ലാത്തൊരു മൊമെൻ്റാണ്, ആകാശത്ത് വെച്ചാണ് അല്ലേ അമ്മയെ ഇങ്ങനെ കാണാം. മകൻ തൊട്ട് മുന്നിൽ വന്നിട്ട് പറയുന്നു, അമ്മ ഞാൻ ഈ വിമാനം പറത്തുന്നത് ഞാനാണ്, എൻ്റെ അമ്മ ഇവിടെയുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഡ്രമാറ്റിക് ആയിട്ടുള്ള സീനാണ്. അപ്പോൾ ഏതായാലും ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ ഈ വിമാനമൊക്കെ ഇങ്ങനെ പറപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരുപാട് ഏതെല്ലാം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? ലോകം മൊത്തം പോയിട്ടുണ്ട്. യൂറോപ്പ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യ, ഇന്ത്യ, അങ്ങനെ. കൊച്ചി വരാറുണ്ടോ? കൊച്ചിയിൽ വരലുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പല രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ജെറ്റ് ലാഗിൻ്റെ ഇഷ്യൂ ഒക്കെ വരത്തില്ലേ? ജെറ്റ് ലാഗ് ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ മറികടക്കും? അത് നോർമലി നമ്മൾക്ക് ഉറങ്ങണം, അതാണ് ഉറങ്ങണം. പിന്നെ റിക്കവറി ചെയ്യണം. അല്ല, വിമാനം ഓടിക്കുമ്പോൾ ഉറക്കം വന്നാൽ എന്ത് ചെയ്യും? അപ്പം ഞങ്ങൾ ഉറങ്ങുമോ? ദൈവമേ, കാരണം ഞങ്ങൾക്ക് പറഞ്ഞ കൺട്രോൾ, നിങ്ങൾ രണ്ടുപേരും ഉറങ്ങിയാൽ പിന്നെ വിമാനം അങ്ങനെ ഓടും? അതാണ്, രണ്ടാൾ ഉറങ്ങില്ല, ഒരാൾ ഉറങ്ങും. അപ്പോൾ ഞങ്ങൾക്കൊരു കൺട്രോൾ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹ്യൂമൻസിൽ നമ്മളെല്ലാവരും റെസ്റ്റ് ചെയ്യണ്ടല്ലേ, എസ്പെഷ്യലി നൈറ്റ് ഫ്ലൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ രാത്രി മൊത്തം
എണീച്ച് നിൽക്കണ്ടേ. അപ്പം ഈ കൺട്രോൾ റെസ്റ്റ് വെച്ചാൽ നമുക്ക് ബെറ്റർ പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടി അലേർട്ട് ആവാൻ വേണ്ടിയാണ് നമ്മൾ റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ 40 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ സമയത്ത് റെസ്റ്റ് ചെയ്യുമ്പോൾ ഒരാൾ എണീക്കും, ഒരാൾ അവയ്ക്ക് നിൽക്കും, ഒരാൾ ഉറങ്ങും. പക്ഷേ ഞങ്ങൾ വീണ്ടും സേഫ്റ്റിക്ക് വേണ്ടി ക്യാബിൻ ക്രൂ എല്ലാ 10 മിനിറ്റ് വിളിക്കും. എണീച്ച് ലൈക്ക് അവയ്ക്കായ ആൾ, അപ്പോൾ അയാൾ പറയും ഓക്കെ ഇനി അടുത്ത 10 മിനിറ്റ് വീണ്ടും വിളിക്കാം. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ക്യാബിൻ ക്രൂ വന്നിട്ട് ഉണർന്നിരിക്കുന്ന ആളെ ഓരോ 10 മിനിറ്റിലും വിളിക്കും. നമ്മളെ PA അഡ്രസ് സിസ്റ്റമിൽ വിളിക്കും കോക്പിറ്റിൽ. നമ്മുടെ ഈ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു സ്വഭാവമുണ്ട്. ഞാൻ അടുത്തിരുന്ന് ഉറങ്ങിയാൽ അശുദ്ധ ഉറങ്ങും. അതാണ് ഉറക്കം ഇങ്ങനെ പകർച്ചവ്യാധി പോലെ പിടിക്കും. അതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്റ്റേ അവേക്ക് ആവും. അപ്പോൾ ഈ കൺട്രോൾ റെസ്റ്റ് വെച്ചിട്ട് ആദ്യം നമ്മൾ പിന്നെ 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യും. പിന്നെ ഓരോരോ ടൈം വെച്ചിട്ടാണ് നമ്മൾ റെസ്റ്റ് ചെയ്യുക. ചില റൂട്ട് പോകുമ്പോൾ ഞങ്ങൾ റെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ചില മലേൻ്റെ മേലെ കൂടെയൊക്കെ പോകുമ്പോൾ അപ്പോൾ കുറച്ചും രണ്ടാളും അലേർട്ടായി നിൽക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇറാൻ റൂട്ട് കൂടെ പോവുകയാണെങ്കിൽ രണ്ടാളും അവയ്ക്ക് ഇഷ്യൂസിലുണ്ട്. ഓരോരോ സ്ഥലത്ത് നമുക്ക് റെസ്റ്റ് അലൗഡ് അല്ല. ആ സമയത്ത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്യും. ഈ സമയത്ത് ഇവിടെ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യും. അപ്പോൾ ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഞങ്ങൾ. ഇതിന് ഓട്ടോ പൈലറ്റ് സംവിധാനമല്ലേ? അതെ. അതെങ്ങനെയാണ്? നിങ്ങൾ രണ്ടുപാളും ഒന്നും ചെയ്തില്ലെങ്കിലും ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമോ? അതെ, ഓട്ടോമേഷൻ വെച്ച് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഞങ്ങളെ മെയിൻ ജോബ് ഓട്ടോ പൈലറ്റിനെ മോണിറ്റർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഞങ്ങളാണ് ചെയ്യാം. പക്ഷെ ക്രൂസിലെ സമയത്ത് ഓട്ടോ പൈലറ്റാണ് എപ്പോഴും ഓൺ ആയി നിൽക്കും. അപ്പോൾ ഓട്ടോ പൈലറ്റാണ് ഒക്കെ മോണിറ്റർ ചെയ്യുന്നത്, ഒക്കെ നമ്മുടെ സിസ്റ്റംസ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന കാരണം ഓട്ടോ പൈലറ്റ് എന്തെങ്കിലും പ്രശ്നമായാൽ ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഓട്ടോ പൈലറ്റ് തന്നെ നിങ്ങൾ എവിടെ വേണമെങ്കിലും പോകും. സോ അതാണ് ഓട്ടോമേഷൻ ഞങ്ങൾക്കൊരു അസിസ്റ്റൻസ് മാതിരിയാണ്. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനും പ്ലെയിനെ ബെറ്റർ ചെയ്യാൻ. അതാണ്. ഞാനിപ്പോൾ ഒരു മണ്ടൻ ചോദ്യം ചോദിക്കട്ടെ. ഈ നമ്മൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് സൈൻ ബോർഡ് കാണാം, ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോകാം. അതെ. നിങ്ങൾ എങ്ങനെ ഈ വിമാനം പറപ്പിക്കും ആകാശത്തോടെ? ഞങ്ങളും ഒരു മാപ്പ് മാറിയാണ് ഒരു സിസ്റ്റം ഉണ്ട്. ഞങ്ങൾക്കൊരു മേലെ നമുക്ക് ഹൈവേ മാറി, താഴെ ഒരു ഹൈവേ മാറി, മേലെ നമുക്കൊരു ഹൈവേ ഉണ്ട്. മുകളിൽ വിമാനത്തിന് റൂട്ട്സ് എയർ റൂട്ട്സ് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ അത് നമ്മൾ അവിടെ വേ പോയിന്റ്സ് വെച്ച് ഞങ്ങൾ സെറ്റപ്പ് ചെയ്യും ഞങ്ങളെ സിസ്റ്റത്തിൽ വെച്ചിട്ട്. അപ്പോൾ പ്ലെയിൻ A to B ആ റൂട്ട് തന്നെ ഫോളോ ചെയ്യും. അപ്പോൾ നോർമലി നമ്മൾ 3 ടൈപ്പ് നാവിഗേഷനൊക്കെ ഉണ്ട്. IRS വെച്ചാൽ ജൈറോസ്കോപ്പ് വെച്ചുള്ള നാവിഗേഷൻ ഉണ്ട്, പിന്നെ GPS വെച്ചുള്ള നാവിഗേഷൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള വേറൊരു നാവിഗേഷൻ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ ഫുള്ള് ഒക്കെ പ്രിസൈസ് ലൊക്കേഷനൊക്കെ ആയിട്ട് A to B എത്താൻ പറ്റുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്സ് ചെയ്യുന്ന മാതിരി തന്നെ സെയിം ഫോളോ ചെയ്യും. ഇപ്പോൾ ഈ GPS-ൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ വലിയ വാർത്തയൊക്കെ വരുന്നുണ്ട്, GPS സ്പൂഫിങ്ങിൻ്റെ കാര്യം. അതെ. അതെന്താ സംഭവം? ശരിക്കും എന്താ പ്രശ്നം? GPS സ്പൂഫിങ്ങും ജാമിങ്ങും. GPS ജാമിങ് വെച്ച് നമ്മൾ ലൊക്കേഷന് ഫേക്കായിട്ട് കാണിക്കും അല്ലേ? ഫേക്കാണ്ട് കാണിക്കും. ഒരു 3 കോർഡിനേറ്റ്സ് വെച്ചാണ് നമ്മളൊരു പൊസിഷൻ കിട്ടുക. ഇപ്പോൾ ABC വെച്ചിട്ട് അതിന് നടുക്കിലത്താണ് നമ്മളെ പൊസിഷൻ. അപ്പോൾ ഈ GPS ജാമിങ് വെച്ചാൽ നമ്മൾ വേറൊരു കോർഡിനേറ്റും കൂടി വെക്കും. അപ്പോൾ നമ്മളെ പൊസിഷൻ മാറിപ്പോവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ 3 ടൈപ്പ് നാവിഗേഷൻ ഉണ്ട്. അപ്പോൾ IRS വെച്ചാൽ അത് നമ്മളെ പൊസിഷൻ വെച്ചിട്ടാണ് ചെയ്യുക. GPS ഒരു അസിസ്റ്റൻസ് മാതിരിയാണ്. അപ്പോൾ ഞങ്ങൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണമെങ്കിൽ IRS മാത്രം ഉപയോഗിക്കും. പിന്നെ ഞങ്ങൾക്ക് GPS ഇല്ലാണ്ട് തന്നെ ഫ്ലൈ ചെയ്യാൻ പറ്റും. IRS മാത്രം വെച്ചിട്ട് ഞങ്ങൾ ഫ്ലൈ ചെയ്യും. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. കുറേ വർഷങ്ങൾ ലൈക്ക് 15, 20, 30 ഇയേഴ്സ് ബാക്കൊക്കെ IRS വെച്ചിട്ടാണ് എല്ലാവരും ഫ്ലൈ ചെയ്യുന്നത്. GPS ഇപ്പോൾ പുതിയതായി വന്നുകൊണ്ടില്ല. അതുകൊണ്ട് നമുക്കൊരു കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള പൊസിഷൻ കിട്ടും. ഈ GPS ജാമിങ്ങും സ്പൂഫിങ്ങും ഞങ്ങൾക്ക് ഓൾറെഡി യൂസ് ചെയ്യാം. ഞങ്ങൾക്ക് പ്രൊസീജിയേഴ്സ് ഉണ്ട് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ഓരോ സ്ഥലത്ത് ലാൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ വീണ്ടും റീസെറ്റ് ചെയ്യും ഞങ്ങളുടെ പൊസിഷൻ. അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അശ്വതിന്? ഞങ്ങൾക്ക് എപ്പോഴും റഷ്യ പോകുമ്പോൾ ഇപ്പോൾ UAE എപ്പോഴും GPS ജാമിങ്ങും സ്പൂഫിങ് ഉണ്ട്. ഇപ്പോൾ ഈ വാറിലെ സമയത്ത് GPS ലൊക്കേഷൻ വെച്ചാൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എനിമീസിന് അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾക്ക് അറിയാം ഇപ്പം ഈ സ്ഥലത്ത് GPS ജാമിങ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അറിയാം എന്താ പ്രൊസീജിയർ ചെയ്യേണ്ടതെന്ന്, എന്താ സിസ്റ്റംസ് വെച്ചാൽ സിസ്റ്റംസ് ഇങ്ങനെ റിയാക്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇപ്പം നമ്മൾ എന്നോട് നേരത്തെ പറഞ്ഞില്ലേ നമുക്കിങ്ങനെ വാഹനങ്ങൾക്ക് റോഡ് എന്ന് പറയുന്ന പോലെ നിങ്ങൾക്കൊരു റൂട്ട് ഉണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ മറ്റ് വിമാനങ്ങളുമായി നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയാണ്? നമ്മൾ കാണാൻ പറ്റുമോ? കാണാവുന്ന അകലത്തിൽ വിമാനങ്ങൾ വരുമോ? മുകളിലും താഴെയും ഞങ്ങൾ എല്ലാ വിമാനം നമ്മൾ ഇന്ത്യ റൂട്ട് തന്നെ നമുക്ക് നോക്കാം. അതായത് UAE ടു മിഡിൽ ഈസ്റ്റ് മുതൽ ഇന്ത്യ കണക്ട് ചെയ്യുന്ന ഒരു റൂട്ട് ഉണ്ട്. അതാണ് ഈ ഇന്ത്യൻ ഓഷ്യൻ റൂട്ട് ഉണ്ട്. അത് വൺ ഓഫ് ദ ബിസിയസ്റ്റ് റൂട്ടാണ് ഈ ലോകത്ത് മൊത്തം. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് റഡാർ നോക്കിയാൽ അത് ഫുൾ ബിസി ആയിരിക്കും എപ്പോഴും. അപ്പോൾ അവിടെ ഞങ്ങൾ എല്ലാ എയർക്രാഫ്റ്റ്സും
1000 feet സെപ്പറേഷൻ വെച്ചിട്ടാണ് ഫ്ലൈ ചെയ്യുന്നത്. 1000 അടി വ്യത്യാസം ഉണ്ടാവും 1000 അടി വ്യത്യാസം ഉണ്ടാവും. മുകളിലായിട്ട് പോവാം. പക്ഷേ അതാണ് നമ്മൾ റൂട്ട് ഈസ്റ്റിലേക്ക് പോകുന്ന റൂട്ട് 2000 2000 ഓൾട്ടിറ്റ്യൂഡ് വെച്ച ഡിഫറൻസ് ഉണ്ടാവുക. ഇപ്പോൾ രണ്ടാൾ ഈസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ 2000 അടി ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ ഒരാൾ വെസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ അയാൾക്ക് 1000 അടി ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു 3 പേര് ആണെങ്കിൽ 2 ഇങ്ങോട്ട് പോവും, ഒരാൾ ഇങ്ങനെ പോവും. അപ്പം നമുക്ക് തീരെ കൊളീഷൻ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഒരു വാർത്ത വന്നിരുന്നു, വിമാനങ്ങൾ നേർക്ക് നേരെ വന്നു എന്നൊക്കെ. അതെങ്ങനെയാണ് പറ്റുക, സംഭവിക്കുക? അത് നമ്മളിപ്പോൾ ഭയങ്കര ക്ലോസ് ആയിട്ട് അടുത്ത് ചില റൂട്ട്സ് ഉണ്ടാവും അങ്ങനെ അടുത്തോട്ടേക്ക് വരുമ്പോൾ. അപ്പോൾ അത് എക്സാക്ട്ലി എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ നോർമലി എയർക്രാഫ്റ്റ് അടുത്താണ് ഞങ്ങൾ സിസ്റ്റം പറയും, ഓക്കെ എയർക്രാഫ്റ്റ് അടുത്തുണ്ട്, അപ്പോൾ നമ്മളൊരു പ്രൊസീജിയർ ഫോളോ ചെയ്യണം അവോയ്ഡ് ചെയ്യാൻ, കൊളീഷൻ അവോയ്ഡ് ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ എയർക്രാഫ്റ്റ് കൊളീഷൻ അങ്ങനത്തെ പറ്റില്ല. പിന്നെ സിസ്റ്റംസ് ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്യാൻ. പിന്നെ ATC ഉണ്ട്, എപ്പോഴും വാച്ച് ചെയ്യണം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ എയർക്രാഫ്റ്റ് അങ്ങനെ ക്ലോസ് ആയിട്ട് അതിൻ്റെ എക്സാക്റ്റ് അങ്ങനെ മനസ്സിലായില്ല. അങ്ങനെ ചില വാർത്തകൾ ഈ അടുത്തിടയ്ക്ക് വന്ന ഒരു വാർത്ത, നമ്മുടെ US പ്രസിഡന്റ് ട്രംപ് പോകുമ്പോൾ അതിന് നേരെ ഹെലികോപ്റ്റർ വന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ വന്നിരുന്നു. ഹെലികോപ്റ്റർ അതൊക്കെ നോർമലി അതൊക്കെ പോലെ സെക്യൂരിറ്റി അല്ല, അത് വേറെ ഡിവിഷനാണ്. US പ്രസിഡൻസിന്റെ മിലിറ്ററി സെക്യൂരിറ്റി, അത് എസ്കോർട്ടൊക്കെ അല്ലേ? എസ്കോർട്ട് അല്ല, അത് സ്ട്രെയിഞ്ച് ആയിട്ട് വന്നതാണ്. അതിനെക്കുറിച്ച് എൻക്വയറി നടക്കുക. ഓക്കെ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് മെയിൻലി സെക്യൂരിറ്റി ബ്രീച്ച് അതെ അങ്ങനത്തെ എന്തോ ഒരു കുഴപ്പമുണ്ടായി. ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ രാത്രി പറക്കാന്നിരിക്കട്ടെ, മുകളിൽ ആകാശം, താഴെ കടൽ, ഒന്നും കാണാനില്ല, അല്ലെങ്കിൽ ഈ പകലാണെങ്കിൽ പോലും ഈ മേഘങ്ങൾ മാത്രം കാണാം. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ബോറടിക്കല്ലേ? ബോറടിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ കാലം ക്യാപ്റ്റനോട് സംസാരിക്കും. പിന്നെ നമുക്ക് 5-6 ക്യാബിൻ ക്രൂ ഉണ്ടല്ലോ, അതുപോലെ ഓരോരായിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നമ്മൾ സംസാരിക്കും, കഥ പറയും, ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞങ്ങൾക്ക് സിസ്റ്റംസ് എപ്പോഴും മോണിറ്റർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ കുറച്ച് ഉറങ്ങും. അപ്പം ഇങ്ങനെ കുറേ ഇങ്ങനെ എന്തെങ്കിലും ഒരു പണിയായിട്ട് ഇങ്ങനെ. നിങ്ങൾ ഉറങ്ങുന്നൊക്കെ ഉണ്ട്, ഞങ്ങളിനി ഉറങ്ങാതിരിക്കണം. അങ്ങനെയല്ല. പിന്നെ ചില സമയത്ത് ബോറടിക്കുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പഠിക്കും. ഞങ്ങളെ സിസ്റ്റംസ് ഉണ്ട്, അതെപ്പോഴും ഒന്ന് അപ്ഡേറ്റ് ആയിട്ട് നിൽക്കാൻ നല്ല കാര്യമാണ്. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ല, ഇതിനകത്ത് നമുക്ക് ഭയം തോന്നുമോ ചിലപ്പം? ഇല്ല, ഭയം ഉണ്ടെങ്കിൽ ആ സീറ്റിൽ നമുക്ക് അധികാരമില്ല. അല്ല, അപ്പം ഞാൻ ചോദിക്കട്ടെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഭയം ഉള്ളവർക്ക് പറ്റിയ പണിയല്ല അല്ലേ? ഭയം നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. കുറേ ട്രെയിനിങ് ചെയ്ത് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ, പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പാഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ, വലിയ മഴയൊക്കെ വരുമ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യാറുണ്ടല്ലോ. ചിലപ്പോൾ നമുക്ക് മഴയുള്ളപ്പം എയർപോർട്ടിൽ ഇറങ്ങാൻ പറ്റില്ല, ഗോറോണ്ടൊക്കെ അടിച്ച് പോകാറുണ്ട്. അപ്പോൾ ഈ മഴയുള്ളപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ മിന്നലൊക്കെ വരുന്നു, മിന്നൽ പിണറുകളൊക്കെ കാണാൻ പറ്റില്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കണോ? നമ്മൾ കാണുമ്പോൾ ഞങ്ങളുടെ സിസ്റ്റത്തിൽ വെതർ റഡാർ പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി കാണാം, ഓക്കെ ഈ സ്ഥലത്ത് വെതർ ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി 100 മൈൽസ് മുമ്പേ തന്നെ ഓൾറെഡി ഞങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ വെതർ നമ്മൾ അവിടുത്തെ മുന്നിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ എയർക്രാഫ്റ്റ് അതിൻ്റെ കേപ്പബിൾ ആണ് ടു ഗോ ത്രൂ വെതറിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് തിരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചു വരാൻ പറ്റും. മിന്നലൊക്കെ കേൾക്കുമോ? മിന്നലൊക്കെ സാധാരണമാണ് ഞങ്ങൾക്ക്. അല്ല, നമ്മൾ ഫ്ലൈറ്റിനെ തട്ടുമോ? തട്ടും. പക്ഷെ ഞങ്ങൾക്ക് സ്റ്റാറ്റിക് വിക്സ് ഉണ്ട്, വെച്ചാൽ അത് ഡിസപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന. മിന്നൽ തട്ടിയാൽ അപ്പം തന്നെ അത് നമ്മൾക്ക് ഏർത്തിങ് പറഞ്ഞ സാധനമല്ലേ, ഗ്രൗണ്ടിൽ ഇപ്പോൾ നമ്മൾ ടവറിലൊക്കെ അല്ല, ആ സെയിം സിസ്റ്റം ഞങ്ങൾ എവിടേക്ക് എർത്ത് ചെയ്ത് അത് നേരെ പുറത്തോട്ടേക്ക് തന്നെ പോകും. അത് നെഗറ്റീവ് മാറിയാ വെച്ചാൽ അത് വന്നാൽ എയർക്രാഫ്റ്റിലേക്ക് വരില്ല. മിന്നലടിക്കും വിമാനത്തിൽ, അടിക്കും, പക്ഷെ അത് ഡിഫ്ലക്റ്റ് ആവും. അപ്പോൾ എന്തെങ്കിലും അത് ഷേക്ക് ചെയ്യുമല്ലോ ചെയ്യുമ്പോഴത്തേക്ക്? ഇല്ല, നമുക്ക് അറിയില്ല, യാത്രക്കാരറിയില്ല. യാത്രക്കാരങ്ങനെ നമ്മൾ ടർബുലൻസിനകത്ത് പോകുമ്പോൾ അറിയും. അപ്പോൾ ആ മിന്നലൊക്കെ സാധാരണ വരുന്ന ഫിനോമിനയാണ്. പിന്നെ അങ്ങനെ ടെർബുലൻസ് ഇപ്പോൾ വലിയ വാർത്തയാണ്. എങ്ങനെ ഈ ടെർബുലൻസ് ഉണ്ടാവുന്നത്? ടെർബുലൻസ് ബേസിക് വെച്ചാൽ നമ്മളിപ്പോൾ റോഡ് പോകുമ്പോൾ ഒരു ഹംപ് ഉണ്ടാവില്ലേ, കുന്നും കുഴിയും, അതാണ് ടെർബുലൻസ്. ആകാശം അങ്ങനത്തെ ഉണ്ട്. സെയിം തിയറിയാണ് മേലെ ഉള്ളത്. പക്ഷേ ടെർബുലൻസ് വെച്ചാൽ നമ്മൾ 2 എയർ മാസ്, ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു വിൻഡും അപ്പുറത്ത് വരുന്ന വിൻഡും 2 കൊളൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിലോട്ട് നടുക്കൂടെ പോകുമ്പോഴാണ് ഒരു ടെർബുലൻസ് വരിക. അതിൽ ഇംഗ്ലീഷിൽ പറയുക സഡൻ ചേഞ്ച് ഓഫ് വിൻഡ് ഡയറക്ഷൻ. അപ്പോൾ അത് കാരണമാണ് നമുക്ക് ഈ ടെർബുലൻസ് ഒക്കെ വരുന്നത്. ടെർബുലൻസിലെ സമയത്ത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ആർക്കും പേടിക്കാനുള്ള സിറ്റുവേഷൻ അല്ല. യാത്രക്കാരൊക്കെ എല്ലാം ഭയന്ന് നിലവിളിക്കുന്നു, ലഗേജ് ഒക്കെ താഴെ വീടുന്നു. അതൊക്കെ ഓരോരോ ലെവൽസിന് ടെർബുലൻസിന്, സിവിയർ, പിന്നെ നോർമൽ, പിന്നെ മോഡറേറ്റ് ടെർബുലൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെർബുലൻസ് ഉണ്ട്. ഈ ടെർബുലൻസ് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് മെയിൻലി നോക്കേണ്ടത് ഞങ്ങൾ എയർക്രാഫ്റ്റ് സ്പീഡ് കൺട്രോൾ ചെയ്യണം, പിന്നെ അവരെ അവോയ്ഡ് ചെയ്യണം.
അത്ര സിമ്പിൾ പ്രൊസീജിയർ ആയിരുന്നു. കാരണം ഒരു കാര്യം വെച്ച് ഞങ്ങൾ മുന്നിലായിരിക്കുക, ഹെവിയസ്റ്റ് ടർബുലൻസ് ബാക്കിലാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ര ഹെവി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. ബാക്കിൽ തിരിക്കുന്ന ആൾക്കാർക്കാണ് ടെയിൽ സൈഡിലാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് അല്ലേ? അപ്പം നോർമലി ഞങ്ങൾ ചെയ്യാൻ വെച്ചാൽ ഞങ്ങൾ അവോയ്ഡ് ചെയ്യും ടർബുലൻസ് എത്ര വെച്ചാൽ. ചില സമയത്ത് ഞങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ ടർബുലൻസ് കൂടി തന്നെ പോകണം. അപ്പോൾ ഓരോ സിറ്റുവേഷനും ഓരോരോ. ഈ കൊടുങ്കാറ്റൊക്കെ ആണെങ്കിലോ? കൊടുങ്കാറ്റൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അവോയ്ഡ് ചെയ്യണ ബെസ്റ്റ്. ലൈക്ക് ഞങ്ങൾ ട്രൈ ചെയ്യും അവോയ്ഡ് ചെയ്യാണെങ്കിൽ. പക്ഷേ ഞങ്ങളെ എല്ലാ പ്ലെയിൻസും ബിൽഡ് ചെയ്ത് ഒക്കെ വെതർ കൂടെ പോകാൻ പറ്റുന്നില്ല പ്ലെയിൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഒക്കെ ഞങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് ട്രൈ ചെയ്യാം. നമ്മുടെ ഒരു മെഷീൻ്റെയും മനുഷ്യൻ്റെയും ലെവലിൽ ചെയ്യാവുന്ന മാക്സിമം നമ്മൾ ചെയ്യും. അതെ, ബാക്കിയെല്ലാം ഗോഡിൻ്റെ കൈ കൊടുക്കും. അതാണ്. അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാം. പക്ഷേ അങ്ങനത്തെ ഈ ഗോഡിന് കൊടുക്കുന്ന സ്ഥലമൊക്കെ ഞങ്ങൾ തന്നെ എല്ലാ ഡിസിഷൻ ഞങ്ങൾ തന്നെ എടുക്കുന്നതാണ്. നിങ്ങൾ തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതാണ്. അപ്പോൾ ഞങ്ങളൊന്നും ഇങ്ങനെ പറയിലേക്ക് ഓക്കെ നമുക്ക് വന്നിട്ട് വെച്ച് കാണാൻ എവിടെയാണ്, അങ്ങനത്തെ സിറ്റുവേഷനിൽ അല്ല ഞങ്ങളെപ്പോഴും ഒക്കെ കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്, ഒക്കെ അറിയാം ഓക്കെ ഇത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞങ്ങളൊക്കെ കൺട്രോൾഡ് ആണ്. ഒന്നും ആസ് ഇറ്റ് ഇസ് എന്ന് വെച്ചാൽ അങ്ങനത്തെ സിറ്റുവേഷൻ നേരിടുക എന്നുള്ളതാണ്. അതാണ്. അശ്വതിന് എന്തെങ്കിലും എക്സ്പീരിയൻസ് വളരെ അസാധാരണമായ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഫ്ലൈ ചെയ്യുമ്പോൾ? ഗോ അറൗണ്ട് ഒരു 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഗോ അറൗണ്ട് ഞങ്ങൾ ലാസ്റ്റ് ഫൈനൽ. ഗോ അറൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വരിക അല്ലേ? അതെ, ഞങ്ങൾ ലാസ്റ്റ് ബിറ്റ് നമ്മൾ എല്ലാവരും വിചാരിക്കും നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകാൻ, പക്ഷേ ലാസ്റ്റ് ബിറ്റ് നമ്മൾ ഗോ അറൗണ്ട് ചെയ്യും. ഒരു പ്രാവശ്യം ഞങ്ങൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു എയർക്രാഫ്റ്റ് റൺവേന് വെക്കേറ്റ് ചെയ്തില്ല. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഞങ്ങൾ ലാൻഡിങ് ചെയ്യുന്ന മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഗോ അറൗണ്ട് പറഞ്ഞു. അന്ന് ഞാൻ ഭയങ്കര ജൂനിയർ ആയിരുന്നു ഈ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കൊരു ഈ വലിയൊരു പ്ലെയിന് ഗോ അറൗണ്ട്, കാരണം ഞാൻ ഗോ അറൗണ്ട് എപ്പോഴും സിമുലേറ്ററിലൊക്കെയാണ് ചെയ്തുള്ളൂ. ആദ്യമായിട്ട് ശരിക്കുള്ള പ്ലെയിനിൽ ചെയ്യുമ്പോൾ അത് നമ്മളെ എല്ലാം ഭയങ്കര സ്പീഡിലാണ് നടക്കുക, ഒക്കെ ക്വിക്ക് ഡിസിഷൻസ് ഒക്കെ. അതെന്താ വ്യത്യാസം എന്താ ഗോ അറൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക്? നമ്മൾ സാധാരണ അതാണ്. പക്ഷെ നമ്മൾ ഗോ അറൗണ്ട് നമ്മൾ ലാൻഡിങ്ങിന് സമയത്ത് നമ്മൾ പകുതി മൈൻഡ് ലാൻഡ് മൈൻഡ് ആയിരിക്കും, പകുതി മൈൻഡ് ഗോ അറൗണ്ട് ആയിരിക്കും. അപ്പോൾ ഞാൻ എത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾ ആദ്യം ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര സ്പീഡിലായിരിക്കും നടക്കുക. പ്ലെയിന് ഭയങ്കര എൻജിൻസ് ഫുൾ സ്പീഡിലാവും, നമ്മൾ പ്ലെയിൻ തന്നെ ഭയങ്കര ഹൈറ്റിലേക്ക് കയറും. അപ്പോൾ ഒക്കെ വേഗം കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ആക്സിഡൻറ്റിലേക്കൊക്കെ പോകാൻ പറ്റുന്ന സിറ്റുവേഷനാണ് നമ്മൾ കൺട്രോൾഡ് അല്ലെങ്കിൽ. അപ്പോൾ അന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് ഈ സീറ്റിലിരിക്കുമ്പോൾ ഒക്കെ വേഗം എവറിത്തിങ് സെക്കൻഡ്സിലുള്ള ഡിസിഷൻസ് ആണ്. അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ്, ചാലഞ്ച് അല്ലേ? ഏറ്റവും സന്തോഷം ഉണ്ടായ സന്ദർഭം ഏതാ ഫ്ലൈ ചെയ്തപ്പോൾ? അല്ലെങ്കിൽ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു അവിസ്മരണീയമായ സംഭവം? ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒന്ന് അമ്മേൻ്റെ. പിന്നെ അതിൻ്റെ മുമ്പ് ഫസ്റ്റ് ടൈം പ്ലെയിന് ലാൻഡ് ചെയ്യുമ്പോൾ ആ സീറ്റിലിരിക്കുമ്പോൾ, ആദ്യം നമ്മൾ ട്രെയിനിങ്ങിൽ സിമുലേറ്ററിൽ ഇരിക്കുമ്പോൾ അത്ര ഫീൽ ഉണ്ടാവില്ല, പക്ഷേ ശരിക്കുള്ള ഒരു ഫ്ലൈറ്റിൽ നമ്മൾ ശരിക്കും ആ സീറ്റിലിരിക്കുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ റെസ്പോൺസിബിലിറ്റി നമ്മളെ ഇതിൽ ഫീൽ ചെയ്യും അതിലിരിക്കുമ്പോൾ. പിന്നെ ഒക്കെ ഈ കുറേ സിസ്റ്റംസ് ഉണ്ട്, അതൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ഡിസിഷൻ കൊണ്ട് അറിയാം നമുക്കിത് ഇതാ ചെയ്യാൻ പോകുന്നത്, ഇത് ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതല്ല. ആ എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആണ്, അറ്റ് ദ സെയിം ടൈം സ്ട്രെസ്ഫുള്ളും ആണ്. കാരണം ഇപ്പോൾ നമ്മൾ ഇരിക്കുമ്പം ഒക്കെ ഭയങ്കര നമുക്ക് തോന്നും നമുക്ക് കൺട്രോൾഡ് ആണ്, പക്ഷേ ഒക്കെ ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന ഒക്കെ ഫ്ലാഷ് സെക്കൻഡ് ആകുമ്പോൾ ഒക്കെ പ്രൊസീജിയേഴ്സൊക്കെ വലിയ ഫാസ്റ്റ് ആയിരിക്കും. സോ അങ്ങനെ കുറേ ഇരിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ്. അല്ല, ഞാനിപ്പോൾ വാർത്തകളിൽ ഈ ടർബുലൻസുമായി ബന്ധപ്പെട്ട വാർത്തകളും അതിൻ്റെ എൻക്വയറിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില വാർത്തകളിലൊക്കെ വരുന്നു, വാർത്തകളിലല്ല അത് ഒഫീഷ്യലി വന്നു, അതായത് പൂക്കറ്റ് ഫ്ലൈറ്റിൻ്റെ ഇഷ്യൂ പറയുന്നത് അതിൽ പൈലറ്റ് ഡ്രഗ്സോ കഞ്ചാവോ ഒക്കെ കൺസ്യൂം ചെയ്തിരുന്നു എന്ന് പറയുന്നു. വീണ്ടും ടെസ്റ്റ് ചെയ്തു, 2 പേരെ കൂടെ കണ്ടുപിടിച്ചു. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ? സംഭവിക്കാൻ പറ്റും. കാരണം നോർമലി ഇന്ത്യ റൂൾസിൽ വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന മുമ്പ് ഒരു ആൽക്കഹോളും ഡ്രഗ് ടെസ്റ്റ് ചെയ്യും. എനിക്ക് അത്ര ഇൻഫർമേഷൻ അറിയില്ല, കാരണം ഞാൻ മെയിൻലി UAE ഫ്ലൈങ്, അവിടെ ഞങ്ങളെ പ്രൊസീജിയേഴ്സ് വേറെ ആവും. പക്ഷേ ഫ്രണ്ട്സിനൊക്കെ സംസാരിച്ചപ്പോൾ ഇതാണ് എനിക്ക് മനസ്സിലായി വെച്ചാൽ നമ്മളെപ്പോഴും ഒരു ചെക്ക് ചെയ്യും, ഒരു ബ്രെത്ത് അനലൈസർ ടെസ്റ്റ് ചെയ്യും. അത് നെഗറ്റീവ് ആയാലും മാത്രമേ ഒരാൾക്ക് ഫ്ലൈങ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് എനിക്കറിയില്ല ഇയാൾ എങ്ങനെയാണ് കൊണ്ടുപോയി ചെയ്തായിരിക്കാം അങ്ങനെ, അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തിട്ട്, അല്ലെങ്കിൽ ആരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ കുറേ സിറ്റുവേഷൻ ഉണ്ടാവും.
ഏതായാലും ഒരു ചെറിയ ചീത്തപ്പേരായി അല്ലേ നമ്മുടെ അത് ചീത്ത കമ്മ്യൂണിറ്റി. പേര് മാത്രമല്ല, അതൊരു ലൈക്ക് ഒരു ഹ്യൂമൻ റിസ്ക് അല്ല അത്. ലൈക്ക് അതെ, അതെ. ഇൻഫ്ലുവൻസ് ആയിട്ട് ഈ ഫ്ലൈയിങ് ചെയിൻ ഇസ് എ ബിഗ് ഹസാർഡ് ആൻഡ് ഇസ് എ ബിഗ് ഡേഞ്ചറസ് തിങ്. അപ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല. ചെയ്യാൻ പാടില്ല. ഏതായാലും ഈ ഫ്ലൈറ്റ് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആണ്ട് 300 അടിയിലേക്ക് കുത്തനെ വീണു എന്നാണ് പറയുന്നത്. അത് മെയിൻലി ടർബുലൻസ് ആണ്. അത് നമ്മൾ ചില സമയത്ത് ക്ലിയർ ആയ ടർബുലൻസ് പറഞ്ഞ സാധനം വെച്ചാൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടർബുലൻസ് എയർ പോക്കറ്റിൽ വീഴുക അല്ലേ? എയർ പോക്കറ്റിൽ വീഴുക. ചില ടർബുലൻസ് നമുക്കറിയാം ഈ സ്ഥലത്ത് ഉണ്ടാവും, പക്ഷെ ചില സമയത്ത് നമുക്കറിയില്ല. അങ്ങനെ സ്ഥിരം ഉണ്ടാവുന്ന സ്ഥലങ്ങളുണ്ടോ? ഓ, ലൈക്ക് നമ്മളിപ്പോൾ ഒരു ഹോട്ട് ഡെസ്റ്റിനേഷന് പോകാൻ വെച്ചാൽ യു എക്ക് തന്നെ പോവുകയാണെങ്കിൽ ഇപ്പോൾ സമ്മറാണ് യു എയിൽ. അപ്പോൾ ലോട്ട് ഓഫ് ഹീറ്റ് തെർമൽസ് പറഞ്ഞിട്ട് നമ്മളെ ഗ്രൗണ്ട് ചൂടായിട്ടില്ല മേലോട്ടേക്ക് വരുന്ന ഒരു വായു ഉണ്ടാവും. അതിലൂടെ ഫ്ലൈ ചെയ്യുമ്പോൾ ഹെവി ടർബുലൻസ് ആയിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഈ മൺസൂൺ സമയത്ത് ഇന്ത്യയിൽ ഹെവി ടർബുലൻസ് ആയിരിക്കും. അങ്ങനെ ചില സ്ഥലത്ത് നമുക്കറിയാം ടർബുലൻസ് എക്സ്പെക്റ്റഡ് ആണ്, ചില സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ടർബുലൻസ് ഉണ്ടാവും. അന്ന് ചിലപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ടർബുലൻസിൽ പറ്റിയതായിരിക്കും ഈ ഹെവി സിവിയർ ടർബുലൻസ്. ഈ നമ്മുടെ ഈ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനത്തിൻ്റെ ക്രാഷ് അറിയാമല്ലോ, അത് ഇപ്പോഴും തീർന്നിട്ടില്ല. എയർക്രാഫ്റ്റ് ആക്സിഡൻസ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുന്ന പല തിയറികൾ പറയുന്നുണ്ട്. ഒന്ന്, അതിൻ്റെ ഈ ഫ്യൂവൽ സ്വിച്ച് 1 സെക്കൻഡ് നേരത്തേക്ക് ഓഫ് ചെയ്തു, പിന്നെ വീണ്ടും ഇട്ടു എന്നൊക്കെ പറയുന്ന ചില വിവാദങ്ങളുണ്ട്. ഇങ്ങനെ അറിയാതെ കൈ തട്ടിയൊക്കെ ഫ്യൂവൽ സ്വിച്ചൊക്കെ ഓഫ് ആകുമോ? എൻ്റെ ഒപ്പീനിയനിൽ, കാരണം ഞാൻ എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേറ്റർ അല്ല, അപ്പോൾ ഞാനൊരു പൈലറ്റാണ്. അപ്പോൾ ഒരു പൈലറ്റിൻ്റെ ഇത് വെച്ചുമ്പോൾ ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഫോക്കസ് ടേക്ക് ഓഫ് ആണ്. അപ്പോൾ ആ സമയത്ത് ഒരു സ്വിച്ചോ അതിൽ ഞങ്ങൾ ഫോക്കസ് അല്ല. ഞങ്ങൾ മെയിൻലി സ്പീഡ് നോക്കുക, സിസ്റ്റംസ് നോക്കുക, ടേക്ക് ഓഫ്. സ്വിച്ചൊക്കെ നമ്മൾ ചെക്ക് ചെയ്യത്തില്ലേ ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ്? ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഓരോ പ്രൊസീജിയർ ഉണ്ട്, പ്രിപ്പറേഷൻ ഉണ്ട്. നമ്മൾ ഫ്ലൈറ്റ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് നമ്മൾ ചെയ്യും. ടേക്ക് ഓഫ് ചെയ്യുന്ന മുമ്പ് തന്നെ ഞങ്ങൾ ബോർഡിങ്ങിൻ്റെ സമയത്ത് ഞങ്ങൾ കുറേ പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്. ആ സമയത്ത് ഞങ്ങളൊക്കെ സിസ്റ്റംസ് ഒക്കെ ചെക്ക് ചെയ്യും ടേക്ക് ഓഫ് ചെയ്യുന്ന മുമ്പ്. പിന്നെ അന്ന് പിന്നെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ മെയിൻ ഫോക്കസ് ഞാൻ പറഞ്ഞ മാതിരി ടേക്ക് ഓഫ് ആണ്. അല്ലാണ്ട് ഈ സ്വിച്ച് ഓഫ് ആക്കാനോ അത് ഐ സ്വിച്ച് ഓൺ ആക്കാനുള്ള ടൈം ഉണ്ടാവില്ല. കാരണം ടേക്ക് ഓഫ് ഡെലിബറേറ്റ്ലി ആരെങ്കിലും അത് ചെയ്തതായിരിക്കാം. ഡെലിബറേറ്റ്ലി ചെയ്യാൻ ഡെലിബറേറ്റ്ലി ആരെങ്കിലും വലിയൊരു പ്ലെയിൻ ഇങ്ങനെ ഓഫ് ആക്കാൻ പറ്റുമോ? കാരണം അത് മെയിൻലി ഒരു സ്വിച്ച് ഡീഫോൾട്ട് ഉണ്ടാവും, പക്ഷെ അത് ഡീഫോൾട്ട് ഉണ്ടെങ്കിലും ബോയിങ് കമ്പനി അങ്ങനെയാണ് പറയുന്നത്. അവർക്കൊരു ചീത്തപ്പേര് അങ്ങനെയാണല്ലോ. കാരണം വലിയൊരു കമ്പനി, അത് ആരും റെസ്പോൺസിബിലിറ്റി എടുക്കണല്ലോ. ബിക്കോസ് അതൊരു വലിയൊരു 787 അല്ലേ. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ലോകത്തിലെ 787 അപ്പോൾ ഗ്രൗണ്ട്, അതുകൊണ്ട് പൈലറ്റിന്റെ തലയിലിട്ട് കിട്ടേക്കാം. അതാണ് മെയിൻലി എല്ലാ ആക്സിഡൻസും പൈലറ്റിൻ്റെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. ലൈക്ക് എല്ലാ കമ്പനീസ് പറയാം, ഈവൻ ദോ പ്ലെയിൻ്റെ പ്രശ്നമാണെങ്കിലും ലൈക്ക് ഹിസ്റ്റോറിക്കലി എല്ലാ ആക്സിഡൻസിന് ഫൈനൽ ബ്ലെയിം പൈലറ്റ്സിൻ്റെ പേരിലാണ്. അതെ അതെ, കമ്പനി രക്ഷപ്പെടും. കമ്പനി ഇത് ഏതെല്ലാം ഫ്ലൈറ്റ്സ് പറപ്പിച്ചിട്ടുണ്ട്? ഞാൻ മെയിൻലി എൻ്റെ കമ്പനിയിൽ 2 ഫ്ലൈറ്റ്സ് ആണ്, A320-യും 321. ബോയിങ് ആണ്? എയർബസ്. ബോയിങ് വർത്തിട്ടുണ്ടോ? ബോയിങ് ഇല്ല. അതാണ് മെയിൻ തിങ്. എനിക്ക് ബോയിങ് സിസ്റ്റം അത്ര അറിയില്ല. അഹമ്മദാബാദിലെ ബോയിങ് 787 ആയിരുന്നു, എൻ്റെത് എയർബസ് ആണ്. അപ്പോൾ രണ്ടും വേറെ ഫ്രാൻസിൻ്റെ അതാണ്, ബോയിങ് US-ൻ്റെ. അപ്പോൾ ഇതിൽ ഈ അത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവുമോ? സിസ്റ്റംസ് മെയിൻലി ഡിഫറൻസ് ഉണ്ട്. പിന്നെ അത് പറക്കുന്ന പെർഫോമൻസും മെയിൻലി ഡിഫറൻസ് ആണ്. അപ്പോൾ കുറേ ഡിഫറൻസ് ഉണ്ട്, റേഞ്ച് വൈസും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് വേറെ സിസ്റ്റംസ് തന്നെയാണ്. ഈ നമ്മൾ ഈ പൈലറ്റ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പം 4 വീലർ ലൈസൻസ് എടുത്തു, നമുക്ക് കാർ ഓടിക്കാം, മറ്റേ ഹെവി അല്ലാത്ത എല്ലാ വാഹനങ്ങളും ഓടിക്കാം എന്ന് പറയുന്നൊരു പൈലറ്റ് ലൈസൻസ് എടുത്താൽ ഏത് എയർക്രാഫ്റ്റും പറപ്പിക്കാൻ പറ്റുമോ? ഹെലികോപ്റ്റർ ഉൾപ്പെടെ? അത് നമ്മൾ വേറെ അതിന് പറയാൻ ടൈപ്പ് റേറ്റിംഗ് അതിന് പറയാം. ടൈപ്പ് റേറ്റിംഗ് ആണ് നമ്മളൊരു സിസ്റ്റം, നമ്മൾ ലൈസൻസ് എടുക്കുന്ന മാതിരി ഒരു ടൈപ്പ് റേറ്റിംഗ് പറഞ്ഞ ഒരു ഇതാണ്. സോ നമ്മൾ ഏത് എയർക്രാഫ്റ്റ് ആണ് വേണമെങ്കിൽ അതിൻ്റെ ടൈപ്പ് റേറ്റിംഗ് ചെയ്യണം, വെച്ചാൽ അതിൻ്റെ സിസ്റ്റംസ് പഠിക്കണം, പിന്നെ അതിൻ്റെ സിമുലേറ്റർ പഠിക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഏത് പ്ലെയിൻ വേണമെങ്കിലും, ഹെലികോപ്റ്ററോ പ്ലെയിനോ 777-ഓ 380-ഓ ഒക്കെ നമുക്ക് പറക്കാൻ പറ്റും. അതിൻ്റെ ലൈസൻസിൽ കോഴ്സ് ചെയ്യണം, പിന്നെ അതിൻ്റെ ടൈപ്പ് റേറ്റിംഗും ഓരോന്നിനും പ്രത്യേകമാണ് അല്ലേ? അതെ, എല്ലാ പ്ലെയിനും ഡിഫറെൻ്റ് ആണ്. ഓ ശരി. ഈ എയർബസ് പറത്തുന്ന ഒരാൾക്ക് ബോയിങ് പറത്തണമെങ്കിൽ അതിന് പ്രത്യേക ട്രെയിനിങ് വേണം? അതന്നെ, അയാൾക്ക് വീണ്ടും ബോയിങ്ങിൻ്റെ വീണ്ടും കസ്റ്റംസും അതിൻ്റെ സിസ്റ്റംസും ഒക്കെ വീണ്ടും പഠിക്കണം. പൈലറ്റ് ലൈസൻസ് ഉള്ള ഒരാൾക്ക്
ഇപ്പോൾ നമുക്ക് മാരുതി ഓടിക്കുന്ന ആൾക്ക് കിയ ഓടിക്കാം എന്ന് പറയുന്ന പോലെ മഹീന്ദ്ര ഓടിക്കാം എന്ന് പറയുന്ന പോലെ പറ്റില്ല. ഇല്ല, അങ്ങനെ പറ്റില്ല. ലൈക്ക് പ്ലെയിന് ഫ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷെ അത് സിസ്റ്റംസ്, അത് എങ്ങനെയാണ് പറക്കണം, അതെങ്ങനെയാണ് ലാൻഡ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതിൻ്റെ സിസ്റ്റംസ് ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതിന് ട്രെയിൻ ചെയ്യും. അതിന് ട്രെയിനിങ്, ടൈപ്പ് റൈറ്റിംഗ് ആണ് അതിന് പറയാം. ഞാനൊരു മണ്ടൻ ചോദ്യം ചോദിക്കട്ടെ, വിമാനത്തിന് ഗിയർ ഉണ്ടോ? ഗിയർ ഇല്ല. പിന്നെന്താ ഉള്ളത്? ഞങ്ങൾക്ക് ജെറ്റ് എൻജിൻസ് അതിന് പറയാം. അപ്പോൾ ഞങ്ങളിങ്ങനെ മാനുവൽ മാറി അങ്ങനത്തെ സിസ്റ്റം അല്ല ചെയ്യാം. ഒരു മറ്റേ ഇതൊക്കെ വലിച്ചിടുന്ന കാണാമല്ലോ ചില സാധനമൊക്കെ, അത് ത്രസ്റ്റ് ലീവർ അതിന് പറയാം. അത് ഓരോരോ പവർ വെച്ച് ഓരോരോ ഇത് സെറ്റിങ്, അത് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒരു സെറ്റ് ചെയ്യും, നമ്മൾ ക്രൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സെറ്റ് ചെയ്യും, ലാൻഡിങ് ഒരു സെറ്റിങ് ചെയ്യും. അപ്പോൾ അതൊരു ഹൈ ബൈപ്പാസ് ടെർബോ ഫാൻ എഞ്ചിനാണത്. അത് ഞങ്ങൾക്ക് അത്ര കൺട്രോൾ ഇല്ല അതിൽ. ഇറ്റ്സ് മെയിൻലി ഫേഡെക് വെച്ച ഒരു ഇലക്ട്രോണിക് സിസ്റ്റം വെച്ചിട്ടുള്ള കൺട്രോളാണ്. അപ്പോൾ ഈ സിസ്റ്റമാണ് നമ്മൾക്ക് ഫസ്റ്റ് ഗിയർ പോകണോ സെക്കൻഡ് ഗിയർ പോകണോ എന്ന് അത് ഡിസൈഡ് ചെയ്യുന്നത്. കാരണം അതിനറിയാം ഏത് പവറാണ് അപ്പോൾ ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ മെയിൻലി അതിൻ്റെ പൊസിഷൻ മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. അതാണ് ഞങ്ങളെ ഗിയർ പറയാം. വേണമെങ്കിൽ ഗിയർ എന്ന് പറയാം, വേണമെങ്കിൽ ഗിയർ പറയാം, പക്ഷേ നമ്മളെ ആക്സിലേറ്റർ ആണ് അത് മെയിൻലി. നമ്മളെ ത്രസ്റ്റ് ലീവർ. ഓ, ആക്സിലേറ്റർ ആണ്, വേഗത കൂട്ടാനും കുറയ്ക്കാനല്ല. അപ്പോൾ ഈ ഉയരത്തിലേക്ക് പോകാനും താഴേക്ക് വരാനും എന്താ ചെയ്യുന്നത്? അതിപ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഫ്രണ്ടിലൊരു സിസ്റ്റം ഉണ്ട് ഞങ്ങളെ മുന്നിലുള്ള. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ മേലെ പോവുകയാണെങ്കിൽ താഴെ പോയി നമ്മൾ അവരിനാണ് കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൽ നമ്പേഴ്സ് ലൈക്ക് ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ലെവൽ 350 ആണെങ്കിൽ മേലെ ക്ലൈംബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ 36 വെച്ചിട്ട് പുൾ ചെയ്യും. അപ്പോൾ അത് പ്ലെയിൻ മേലോട്ടേക്ക് പോകും. അല്ല, എനിക്ക് പണ്ട് മുതലേ എൻ്റെ ഒരു സംശയമാണ്, നമ്മൾ ഫ്ലൈ ചെയ്ത് നിൽക്കുന്നത് മനസ്സിലാക്കുക, ഈ കൂറ്റൻ ചിറകുകളുള്ളതുകൊണ്ട് അന്തരീക്ഷത്തിൽ നിൽക്കും, പിന്നെ എൻജിൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മുന്നോട്ടും പോകും. ഓക്കെ, ദെൻ മുകളിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഫോഴ്സ് എന്താ? നമ്മളെ സെയിം എൻജിൻസിന് നമ്മളെ എൻജിൻ പവർ തരും. ക്രൂസ് ചെയ്യുമ്പോൾ സമയത്ത് നമ്മളൊരു പവർ വെക്കും, മേലെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ പവർ തരും. അത് വെച്ചിട്ടാണ് നമ്മൾ മേലോട്ടേക്ക് പോവുക. പിന്നെ ബേസിക് പ്രിൻസിപ്പിൾ വെച്ചാൽ ഒരു എയർക്രാഫ്റ്റ് 4 ഫോഴ്സ് ഉണ്ട്, ലിഫ്റ്റ്, ഡ്രാഗ്, ത്രസ്റ്റ്, പവറും. അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ബേസിക് പോലെ പഠിപ്പിക്കുക നമ്മൾ എങ്ങനെ ഒരു പ്ലെയിനും തിയററ്റിക്കലി മേലോട്ടേക്ക് പോകാൻ. പക്ഷേ സിമ്പിൾ ടേംസിൽ വെച്ചാൽ നമ്മൾ മേലോട്ടേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ പവർ കൂട്ടിയിട്ട് മേലോട്ടേക്ക് പോകും. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് US പോവുകയാണെങ്കിൽ അവിടെ വരെ പറക്കാനുള്ള ഫ്യൂവല് നമ്മുടെ ഫ്ലൈറ്റിലുണ്ടാവുമോ? അതെ, ഒറ്റയടിക്ക്. അതൊക്കെ വലിയ വലിയ പ്ലെയിൻസ് ആണ്. അതൊക്കെ 777-ഉം വലിയ വലിയ ലോങ് റേഞ്ചിൽ പ്ലെയിൻസ് ഉണ്ട്. 16-18 മണിക്കൂർ ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്ലെയിൻസ് ഉണ്ട്. അതാണ്. അത് ആയിരക്കണക്കിന് ലിറ്റർ വേണ്ടേ? ഓ, അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതെ. അപ്പോൾ ഞാനൊരു ഇടയ്ക്ക് കേട്ടിട്ടുണ്ട്, നമ്മൾ പെട്ടെന്ന് ഫ്ലൈ ചെയ്തു, പെട്ടെന്ന് ഒരു അടിയന്തര ആവശ്യം വന്ന് നമ്മൾ തിരിച്ചിറങ്ങേണ്ടി വന്നാൽ ഈ മുഴുവൻ ഫ്യൂവലും പുറത്തേക്ക് കളഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്? വലിയ പ്ലെയിൻസിനൊക്കെ അത് ലാൻഡിങ്ങിൻ്റെ നമുക്കൊരു വെയിറ്റ് ഉണ്ട് ലാൻഡ് ചെയ്യുന്ന സമയത്ത്, അതിൻ്റെ ബിലോ ആണ് ലാൻഡ് ചെയ്യുന്നത്. ചില സമയത്ത് എമർജൻസി ഉണ്ടാവും, അപ്പോൾ നമുക്ക് ആ വെയിറ്റിൻ്റെ മേലെ ലാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില വലിയ വലിയ പ്ലെയിൻസിന് ഫ്യൂൾ ഡംപിങ് സിസ്റ്റം ഉണ്ട്. വെച്ചാൽ ഫ്യൂല് നമ്മൾ പുറത്തേക്ക് കളയണം എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണ്, അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട് വലിയ വലിയ പ്ലെയിൻസ് വെച്ചാൽ ലോങ് റേഞ്ച് ക്രൂസിൽ, അല്ലെങ്കിൽ 777-ഉം ഈ 380 വെച്ചാൽ ഇതൊക്കെ വലിയ ഹൈ പവർഫുൾ എൻജിൻസ് ആണ്. പിന്നെ അതിനൊക്കെ നമ്മൾ ഡംപ് ചെയ്യാൻ ഓരോരോ സ്ഥലമുണ്ട്, നമ്മളെ ചാർട്ട്സ് ഒക്കെ ഉണ്ട് ഞങ്ങളുടെ സിസ്റ്റംസിൽ. ഞങ്ങൾക്കറിയാം ഈ സ്ഥലത്ത് പോയാൽ നമുക്ക് ഫ്യൂൾ എവിടെയും കളയാൻ പറ്റില്ല. ഓരോരോ ഏരിയാസ് ഉണ്ട്, ഫ്യൂൾ ഡംപിങ് ഏരിയാസ് ഉണ്ട്. അത് ഞങ്ങളെ ചാർട്ട്സിൽ ഉണ്ടാവും. പിന്നെ ആ ഏരിയയുടെ പ്രത്യേകത എന്തായിരിക്കും? ചിലപ്പോൾ അവിടെ അത്ര പോപ്പുലേഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വെറും ലാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത്ര എഫക്റ്റിംഗ് നല്ല സ്ഥലം ആയിരിക്കില്ല. കാരണം ഇത് ഫ്യൂൽ ആണല്ലോ. അത് ഫ്യൂൽ താഴേക്ക് വരുമോ? താഴേക്ക് വരും. അത് നമ്മൾ ഒരു ഹൈറ്റിൽ പോയിട്ട് നമ്മൾ ഫ്യൂൾ ഡംപ് ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്യൂല് തുറക്കും, അപ്പോൾ ഫ്യൂല് പുറത്തോട്ട് ഇങ്ങനെ പോയി താഴെ ഫയർ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഇല്ലേ? അതിനാണ് ഫ്യൂൾ ഡംപിങ് ഏരിയ പറയുന്നത്. അപ്പോൾ ആ സ്ഥലത്തൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ്, ഒരിക്കലും ഒരു ഫയർ ആവാൻ പറ്റാത്തൊരു ഏരിയ. അത്തരം സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? അതാണ് ഏവിയേഷനിൽ നമ്മളെ ചാർട്ട്സിലുണ്ട്. പിന്നെ നമ്മൾ ATC സംസാരിക്കും, ATC പറയും ഈ സ്ഥലത്തോട്ട് പോകണം, ഇവിടെയാണ് ഫ്യൂൾ ഡംപിങ് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാൻഡിങ് ചെയ്യാം, വന്നിട്ട് ലാൻഡ് ചെയ്യാം. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ നെടുമ്പാശ്ശേരിയിൽ നമ്മൾ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് നേരെ പറന്ന് ഭൂതത്താൻകെട്ട് വരെ പോകും. അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് ലാൻഡ് ചെയ്യുന്നത്. ഇതിനാണ് ഇത്രയും കറങ്ങി വന്നിട്ട് ഇറങ്ങുന്നത്, നേരെ വന്നിറങ്ങിക്കൂടെ? അവിടെ ടെറൈൻ ഉണ്ടാവും, മലകളല്ലേ. അപ്പം ചിലപ്പോൾ ആ റൂട്ട് നമ്മൾ നേരെ ലാൻഡിങ് വന്നാൽ മലയ്ക്ക് തട്ടുപോകും. അപ്പോൾ നമ്മൾ ഹൈറ്റ് കുറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പ്രൊസീജിയർ ഉണ്ട്, അതൊക്കെ സ്റ്റാർ അറൈവൽ പറയും, സ്റ്റാൻഡേർഡ് അറൈവൽ ആണ് പറയാം. അപ്പോൾ ഓരോ റൂട്ടിങ് ചാർട്ട്സ് ഒക്കെ ഉണ്ട്, ആ ചാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്
ഇതിലൂടെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് അപ്പോൾ നമ്മൾ ക്ലിയറൻസ് ഉണ്ടാവും. ഒരു മലയ്ക്കൊന്നും നമ്മൾ തട്ടാതിരിക്കാൻ. തട്ടാണ്ടിരിക്കാൻ വേണ്ടിയില്ല. അതായിരിക്കും പ്രൊസീജിയർ. ഈ നമ്മൾ ഈ കരയുടെ മീതെ പറക്കുന്നതാണോ കടലിന് മീതെ പറക്കുന്നതാണോ ഒരു എയർക്രാഫ്റ്റിൻ്റെ സേഫ്റ്റിക്ക് നല്ലത്? മനസ്സിലായില്ല. നമ്മളിപ്പോൾ വിമാനം പറന്നുകൊണ്ട് പോവുകയാണ്, നമ്മൾ ലാൻഡിന് മുകളിലൂടെ പോവുകയാണ്. ഓക്കെ. ഇൻ കേസ് ഒരു എമർജൻസി വന്നാൽ സീയുടെ മുകളിലൂടെ പോകുന്നതാണോ ലാൻഡിന് മുകളിലൂടെ പോകുന്നതാണോ ഏറ്റവും ബെറ്റർ? സീ കൂടിയാണോ അതോ ലാൻഡ് കൂടിയാണോ ബെറ്റർ? ലാൻഡ് കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എളുപ്പമുണ്ട്, എവിടെ ലാൻഡ് ചെയ്യാൻ പറ്റും, എവിടെ ലാൻഡ് ചെയ്യാൻ പറ്റും. സീ കൂടെ പോവുകയാണെങ്കിൽ സീയും നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും. നമ്മളെ പ്ലെയിൻസ് സീയിലും ലാൻഡ് ചെയ്യാൻ പറ്റും, ലാൻഡിലും ലാൻഡ് ചെയ്യാൻ പറ്റും. എമർജൻസീസ് പണ്ടൊക്കെ ആയിരിക്കും സളി വേറെ ഒരു പ്ലെയിന് വെള്ളത്തിൽ ലാൻഡ് ചെയ്യാൻ പറ്റിയ. പക്ഷേ ലാൻഡിൽ ലാൻഡ് ചെയ്യാൻ കുറച്ചും കൂടി ഡേഞ്ചറസ് ആണ്. അതാണ് അപ്പോൾ കുറച്ചുകൂടെ സേഫ് എന്ന് പറയുന്നത് സീ ആയിരിക്കും കുറച്ചും കൂടി സേഫ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ എനിക്കങ്ങനെ പറയാൻ പറ്റില്ല കറക്റ്റായിട്ട്, കാരണം ഏതായിരിക്കും സേഫർ. കാരണം ഓരോരോ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്തനുസരിച്ചിരിക്കും. അതാണ് ഒരു എമർജൻസി വന്നാൽ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യണം. അതാണ്. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഏതാ സേഫസ്റ്റ് അതായിരിക്കും അന്നത്തെ ദിവസത്തെ സേഫസ്റ്റ്. ഈ വലിയ വിമാനങ്ങൾ, വിമാനത്തിൻ്റെ വലിപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വന്നു, ഈ പയ്യെ തിന്നാൽ പനയും തിന്നാന്നുള്ളത് ഞാൻ മാറ്റി, പയ്യെ തിന്നാൽ പ്ലെയിനും തിന്നാന്നാക്കി. പനയേക്കാളും വലുതാണല്ലോ പ്ലെയിൻ. അപ്പോൾ എന്ന് പറയുന്ന പോലെ, പക്ഷേ ഈ വലിയ കൂറ്റൻ വിമാനങ്ങൾ ഒരു ചെറിയ പക്ഷി വന്നിടിച്ചാൽ വിമാനം തകർന്നു പോകുമെന്നൊക്കെ പറയുന്നു, ശരിയാണോ? ഒരു പക്ഷി വെച്ചിട്ട് നമുക്ക് ഒന്നും പറ്റില്ല. പക്ഷെ ഒരു 10-20 ഒരുമിച്ച് എഞ്ചിന് കയറി അപ്പോൾ നമുക്ക് എഞ്ചിൻ ഫെയിലിയർ ആവും. ഒരു പക്ഷിയൊക്കെ നമുക്ക് കുഴപ്പമില്ല, നമ്മളെ എൻജിൻസ് കുറച്ച് സ്ട്രോങ് ആണ്. അപ്പോൾ എഞ്ചിനകത്തേക്ക് പോകും അല്ലേ? എഞ്ചിനകത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യണം വീണ്ടും. ചിലപ്പോൾ ഞങ്ങൾ സിസ്റ്റംസ് നമ്മൾ ഓക്കെ ആണോ, ഓക്കെ അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ എനിക്കൊരു പ്രാവശ്യം ഉണ്ടായിരുന്നു, ബേർഡ് സ്ട്രൈക്ക് ഉണ്ടായിരുന്നു, വെച്ചൊരു പക്ഷി തട്ടി. പക്ഷെ അന്ന് ബോഡിയിലാണ് തട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ എൻജിൻ കുഴപ്പമില്ല, ഞങ്ങൾ എൻജിൻസ് ഓക്കെയാണ്. ഞങ്ങൾ ATCനോട് ചോദിച്ച് ബേർഡ് അവിടെ ഉണ്ടോന്ന്. കാരണം ഈ പക്ഷി ഉള്ളിൽ എൻജിൻ്റെ അകത്ത് തന്നെ ആണെങ്കിൽ അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു വരണം. കാരണം അത് കുറച്ചും കൂടി ഡേഞ്ചറസ് ആണ്. പക്ഷി നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഒരു ബേർഡ് തമ്മിൽ തട്ടിയാൽ അത്ര പ്രശ്നമില്ല. ലൈക്ക് എയർക്രാഫ്റ്റ് എൻജിൻസ് സ്ട്രോങ് ആണ്, അത് മാനേജ് ചെയ്യാൻ. പക്ഷേ മോർ ദാൻ ദാറ്റ് ഒരു ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് വരികയാണെങ്കിൽ ആണ് ഡേഞ്ചറസ് സിറ്റുവേഷൻ വരുന്നത്. അന്ന് സലീൻ്റെ എക്സ്പീരിയൻസ്, അന്ന് ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് ആയിരുന്നു, മൊത്തം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, അതും അത്ര ലോ ലെവലിൽ. സോ അത് അന്ന് മൂപ്പർ ചെയ്ത തിങ്കിങ് പ്രൊസീജിയർ ഒരിക്കലും വേറെ ആരും ചെയ്തില്ലായിരുന്നു. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമുക്ക് എൻജിൻ ഫെയിലിയർ വരുന്നത്. ലൈക്ക് അന്ന് അപ്പോഴാണ് ഭയങ്കര സീരിയസ് വരുന്നത്. ഈ എൻജിൻ ഭയങ്കര പവർഫുൾ ആണല്ലേ? മുമ്പൊരിക്കൽ ഞാൻ വായിച്ചു, ഏതൊരു എയർപോർട്ടിൽ എൻജിനടുത്തേക്ക് നിന്ന ഒരാളെ എൻജിൻ സക്ക് ചെയ്തിരുന്നു. അത്ര പവർഫുൾ എൻജിൻസ് ആണത്. അപ്പോൾ ഞങ്ങൾക്ക് അതിന് സേഫ്റ്റി ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരാളെപ്പോഴും താഴെ സംസാരിക്കുമ്പോൾ ഞങ്ങളെപ്പോഴും കൺഫർമേഷൻ ഉണ്ട്, ഓക്കെ ഈ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ ക്ലിയർ ആണോ, സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ ക്ലിയർ ആണോ, സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും കൺഫർമേഷൻ ഉണ്ട്. ചില സമയത്ത് പ്രൊസീജിയർ ഫോളോ ചെയ്യാത്ത സമയത്താണ് ഇങ്ങനത്തെ ആക്സിഡൻസ് വരുന്നത്. പ്രൊസീജിയർ ഉണ്ടാക്കുന്ന കാരണം സേഫ്റ്റിക്ക് സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ പ്രൊസീജിയർ ഫോളോ ചെയ്തില്ലെങ്കിലാണ് ഇങ്ങനത്തെ ആക്സിഡൻസ് ഒക്കെ വരിക. ഒരേ സമയത്ത് 2 എഞ്ചിനും ഒരേ സമയം വർക്ക് ചെയ്തിട്ടാണോ നമ്മൾ പറക്കുന്നത്? അതെ, 2 എൻജിൻസും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഒരെണ്ണം ഫെയിലിയർ ആയാൽ അടുത്ത ശേഷിക്കുന്ന ഒരു എൻജിൻ കൊണ്ട് തന്നെ നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുമോ? അതെ പറ്റും. ഞങ്ങൾ എൻജിൻസ് അത്ര ഞങ്ങൾ എന്തെങ്കിലും ഫെയിലിയർ വന്നാൽ, ഒരു എൻജിൻ ഫെയിൽ ചെയ്താൽ മറ്റേ എൻജിനെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. നമ്മളെ ഒരു സ്ഥലത്തേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റിസ്ക് അല്ലേ? റിസ്ക് ആണ്, അതൊരു സേഫ്റ്റി നിയറസ്റ്റ് എയർപോർട്ടിൽ ഇറങ്ങും. അതാണ് നമ്മൾ ഏറ്റവും സ്യൂട്ടബിൾ. നമ്മൾ ഡെസ്റ്റിനേഷൻ വരെ പോവില്ല, പക്ഷെ നമുക്കൊരു സ്യൂട്ടബിൾ എയർപോർട്ട് വരെ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന സമയമുണ്ട്. ഒരു എൻജിൻ ഫെയിൽ ആയത് അങ്ങനെയാണ്. ശരി, അപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ കിട്ടി. ഇതൊന്നും കേട്ടിട്ടില്ല. നമ്മൾ ഫ്ലൈ ചെയ്യാറുണ്ടെങ്കിൽ പോലും വിമാനത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് ടെൻഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ പക്ഷേ ആളുകൾ കൂളായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു പെട്ടെന്ന് നമ്മൾ ഫ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ക്രൂ വന്നിട്ട് ഒരു എമർജൻസി വന്നാൽ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരുന്നൊക്കെയുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് കൊച്ചി വിമാനത്താവളത്തിൽ ഒരു വാർത്തയുണ്ടായി. ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പോയിട്ട് നമ്മുടെ എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിച്ചു. അങ്ങനെ തുറക്കാൻ പറ്റുമോ? ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എയറിൻ്റെ പ്രഷർ കൊണ്ട് തുറക്കാൻ പറ്റുമോ? എമർജൻസി ഡോർ അത്ര ഹൈറ്റിൽ തുറക്കാൻ പറ്റില്ല. പക്ഷേ അത് തുറക്കാൻ സമയത്ത് ലൈക്ക് നമുക്കൊക്കെ എമർജൻസി, ഞങ്ങൾക്കൊരു
ഡോർ തുറന്നാൽ ലൈറ്റ്സ് ഒക്കെ മാറും, ഞങ്ങൾക്ക് സിസ്റ്റത്തിലൊക്കെ വരും, ഒരു നോട്ടിഫിക്കേഷൻ വരും ഡോർ തുറന്നിട്ടുണ്ടെന്ന്. സോ ആ സിറ്റുവേഷനിൽ തുറക്കാൻ ഐ ഹൈറ്റിൽ തുറക്കാൻ പറ്റില്ല, പക്ഷേ കുറച്ചും കൂടി താഴെയാണെങ്കിൽ ആ ഡോർ തുറക്കാൻ പറ്റും. അത് വലിയ അപകടമല്ലേ? അതാണ് നമ്മളൊരു സേഫ്റ്റി ബ്രീഫിംഗ് കൊടുക്കുന്നത് ക്യാബിൻ ക്രൂ പാസഞ്ചേഴ്സിൽ. എമർജൻസിയിലെ സമയത്ത് മാത്രമാണ് ഈ ഡോറ് തുറക്കേണ്ടത്, അല്ലാത്ത സമയത്ത് ഡോറ് തുറക്കാൻ പാടില്ല. ഇയാൾ എന്നിട്ട് ആ വിൻഡോ ഒക്കെ ഇടിച്ച് പൊട്ടിച്ചു. അത് ആ സീറ്റിലിരിക്കുന്ന ആൾക്കാർ നോർമലായിട്ടുള്ള ആൾക്കാരാണ് ഇരിക്കേണ്ടത് അവിടെ, ലൈക്ക് മെൻ്റലി ഫിറ്റും ഫിസിക്കലി ഫിറ്റ് ആൾക്കാരാണ് ഇരിക്കേണ്ടത്. ഇതാണ് ചില സമയത്ത് നമ്മൾ ഈ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് മെൻ്റലി ഒരു അസ്വസ്ഥത വരും, അല്ലെങ്കിൽ ഒരു ട്രോമ മാതിരി എന്തെങ്കിലും വരും. അപ്പോൾ ആൾക്കാർ റിയാക്ട് ആവും, അടിക്കാൻ നോക്കും, ചാടാൻ നോക്കും, പുറത്തോട്ടേക്ക് കയറാൻ നോക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അയാൾ അന്ന് തുറക്കാൻ നോക്കിയത്. വിൻഡോ ഇടിച്ചു പൊട്ടിച്ചാൽ അത് എന്തെങ്കിലും അപകടമാണോ? ആണ്, ഡേഞ്ചറസ് ആണ്. കാരണം ഡീപ്രഷറൈസേഷൻ ആണ് ഓഫ് പ്ലെയിൻ. നമ്മളിപ്പോൾ ഈ പ്ലെയിനിൽ പ്രഷറൈസ്ഡ് ഉള്ള ഫ്ലൈറ്റാണിത് വെച്ചാൽ, നമ്മൾ സിമ്പിൾ ടേംസ് വെച്ചാൽ നമ്മൾ പ്ലെയിന് 35,000 ഫീറ്റിലാണ് ഫ്ലൈ ചെയ്യുന്നത്. പക്ഷേ പ്ലെയിൻ്റെ അകത്തുള്ള ഓക്സിജൻ വെച്ചാൽ നമ്മളൊരു 7,000 ഫീറ്റിലുള്ള ഒരു മനുഷ്യൻ 7,000 ഇരിക്കുമ്പോൾ 35,000 വരെയുള്ള ആ പ്രഷർ വെച്ചിട്ടാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരാൾ പൊട്ടിച്ചാൽ അപ്പോൾ ഫുൾ 35,000 ഫീറ്റിലുള്ള പ്രഷർ അകത്തേക്ക് വരും. അപ്പോൾ അത് ഹെവി ഡീപ്രഷറൈസേഷനാണ്. നമ്മൾ പറയാൻ പറ്റില്ല. അത് സഡൻലി ആയിട്ട് നമ്മളെ ബ്രെയിനൊക്കെ നമ്മൾ എല്ലാവരും മരിച്ചു പോകും. അങ്ങനത്തെ സിറ്റുവേഷൻ ആണ്. അപ്പോൾ നമ്മൾ അത്ര ചെറിയ നിസ്സാര സംഭവം അല്ല. വിൻഡോ ഈസ് വെരി ഡേഞ്ചറസ്. നമ്മൾ കോഷ്യസ് ആണ്. അതാണ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞങ്ങൾക്ക് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് പ്ലെയിൻ സഡൻലി ഡീപ്രഷറൈസ് ചെയ്താൽ എന്താ ചെയ്യേണ്ടതെന്ന്. ഓക്സിജൻ മാസ്ക് വന്നാലും അതാണ്, ഓക്സിജൻ മാസ്ക് ഒക്കെ സഡൻലി പ്രഷറൈസേഷൻ ആകുമ്പോൾ മേലിനായ ഓക്സിജൻ വരുന്ന അതാണ്. നമ്മൾ സ്വന്തം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇതൊക്കെയാണ്. ഞാൻ ഇപ്പോൾ നമ്മുടെ ഈ യൂത്തിന്, യങ്സ്റ്റേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വിമാനത്തിലെ ജോലി. അവർ പറയുന്നൊരു കാര്യം, ലോകം മുഴുവൻ സഞ്ചരിക്കാം. അപ്പോൾ ഇവിടുന്ന് പറന്ന് നമ്മൾ വേറൊരു രാജ്യത്ത് ചെല്ലുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയമൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ നമുക്ക് ആ ചെല്ലുന്ന സ്ഥലത്ത് നമുക്ക് റോം ചെയ്യാൻ, നമുക്ക് പുറത്തിറങ്ങി ചുറ്റി നടക്കാനൊക്കെ പറ്റുമോ? അത് ഓരോരോ. അപ്പോൾ അതിന് വിസ എങ്ങനെയാണ്? ഞങ്ങൾക്ക് വിസ വേണ്ട, ക്രൂനി വിസ വേണ്ട. ക്രൂനി ആകെ ചില സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് വിസ വേണം. അപ്പോൾ ക്രൂ വിസ എന്ന് പറയും. വെച്ചാൽ സ്പെഷ്യൽ ഓത്തറൈസേഷനും ചെക്ക് ചെയ്തൊക്കെ ചെയ്ത വിസ ഉണ്ട്. ചില സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് വിസ വേണ്ട. ഓരോരോ കൺട്രി പോകുമ്പോൾ ഓരോരോ റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പക്ഷേ ഈ ക്രൂ വിസ വെച്ചാൽ നമുക്ക് പാസഞ്ചറായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ആകെ പൈലറ്റ് വർക്കിംഗ് ആയ സമയത്ത് മാത്രമാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഓരോരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോരോ മണിക്കൂറുള്ള ലേ ഓവേഴ്സ് ആയിരിക്കും. ഇനി ലേ ഓവറാണ് പറയാം. വെച്ചാൽ ചില സമയത്ത് 24 മണിക്കൂർ അല്ലെങ്കിൽ 48, ചിലപ്പോൾ 3 ദിവസം, ഓരോരോ ടൈം അനുസരിച്ചിട്ടാണ്. അപ്പോൾ മെയിൻലി നമ്മൾ ലേ ഓവർ പോകുമ്പോൾ നമുക്ക് പുറത്ത് പോവാം, കറങ്ങാൻ പോവാം. നമ്മളൊരു ടൂറിസ്റ്റ് മാറി തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾക്ക് ഇത് വലിയൊരു കൗതുകം. അതാണ് ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ, ഈ ജോലി നമുക്കൊരു ഫ്രീഡം തരും. വെച്ചാൽ നമ്മൾ ഈ 9 to 5 മാതിരിയുള്ള ജോബല്ല. എല്ലാ ദിവസം നമ്മൾ എണീക്കുക, ഒരു റുട്ടീൻ ഉണ്ടാവുക. ഈ ജോബിന് തീരെ റുട്ടീനൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ്? അത് നമ്മൾ സ്വന്തമായിട്ട് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കാൻ. ഒരു ദിവസം ഞാൻ 6 മണിക്ക് എണീക്കും, ഒരു പുലർച്ചയ്ക്കുള്ള ഫ്ലൈറ്റ്. 2 ദിവസം കഴിഞ്ഞാൽ ഒരു രാത്രിയുള്ള ഫ്ലൈറ്റ്, അപ്പോൾ രാത്രി 8 മണിക്ക് എണീക്കും. അപ്പോൾ ഓരോരോ ടൈം ഡിഫറൻസ് ഉണ്ട്. ഈ ജോബ് പുറത്തുനിന്ന് കാണുമ്പോൾ ഒക്കെ ഭയങ്കര എക്സൈറ്റിങ്, എല്ലാവരും ലോകം മൊത്തം കറങ്ങുന്ന ഒരു ജോബാണ്. പക്ഷെ അതിൻ്റെ ഒരാളാവുമ്പോൾ അതിന് കുറേ നല്ല അത്ര ബെനിഫിറ്റ്സ് ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. സ്ലീപ്പ് സൈക്കിൾ ഉണ്ട്. വെച്ചാൽ നമ്മളെ സ്ലീപ്പ് കൃത്യമായ സമയത്ത് ഉറങ്ങാൻ പറ്റില്ല. ചില സമയത്ത് നമ്മൾ ഫാമിലി ഒക്കേഷൻസ്, ഇവൻറ്റ്സ് ഒക്കെ മിസ്സാവും. പിന്നെ ചില സമയത്ത് വേറെ എന്തൊക്കെയാ പറയാം, സ്ലീപ്പാണ് ഒന്ന്. അല്ല, ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഒന്ന് ഫ്ലൈ ചെയ്തു, ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ US ഫ്ലൈ ചെയ്തിരിക്കട്ടെ, അപ്പോൾ ഒരു 20 മണിക്കൂറൊക്കെ എടുക്കും അല്ലേ? എക്സാക്ട്ലി. ഞാൻ US ആവറേജ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര മണിക്കൂർ റെസ്റ്റ് ഉണ്ടാവും? US ഫ്ലൈറ്റ്സിലൊക്കെ അറ്റ്ലീസ്റ്റ് 3 days റിക്കവറി ഉണ്ടാവും. അവിടെ 3 days ആയിട്ട് നിൽക്കും. കാരണം നമ്മളെ ബോഡി സൈക്കിൾ തന്നെ ഫുള്ളി മാറിയിട്ടുണ്ടാവും. അവിടെ എത്തുമ്പോഴേക്ക് നമ്മളെ ബോഡി അപ്പാട് ലൈക്ക് അഡാപ്റ്റഡ് ആയിക്കില്ല അവിടുത്തെ ടൈം സോണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു വെച്ചാൽ ആദ്യത്തെ ദിവസം ഉറങ്ങാൻ പറ്റില്ല. കാരണം നമ്മൾ നാട്ടിലിപ്പോൾ രാത്രി ആണെങ്കിൽ അവിടെ രാവിലെ ആയിരിക്കും. അപ്പോൾ നമ്മളെ ബോഡി അങ്ങനെ അഡാപ്റ്റ് ആവില്ല. അപ്പോൾ അതാണ് ജെറ്റ് ലാഗ് പറയാൻ.
അപ്പോൾ അത് റിക്കവറി ആണെങ്കിൽ 1-2 days എടുക്കും. പിന്നെ വീണ്ടും നമ്മൾ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഇപ്പോൾ UAE പോവുകയാണെങ്കിൽ നോർമലി പോകുന്ന അശ്വത് പോകുന്ന റൂട്ട് ഏതാ? നോർമലി ഞങ്ങൾ 6 hours അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഫിക്സ്ഡ് റൂട്ടില്ല. എന്തായാലും ഒരു തവണ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി എത്ര റെസ്റ്റ് ടൈം കിട്ടും? ഒരു സ്ഥലത്ത് നമ്മൾ മിനിമം 12 hours ആണ് ഒരു റെസ്റ്റ് വേണ്ട, ഒരു ഡ്യൂട്ടീനും അടുത്ത ഡ്യൂട്ടി വെച്ചാൽ. എൻ്റെ ജോബിൽ മെയിൻലി ഞങ്ങൾക്ക് കുറേ ഓഫ്സ് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഒരു 2 ദിവസം ഫ്ലൈ ചെയ്താൽ ബാക്കി 3 ദിവസം റെസ്റ്റാണ്. പിന്നെ വീണ്ടും ഒരു 2 ദിവസം ഫ്ലൈ ചെയ്യും, പിന്നെ ഒരു 3 ദിവസം ഓഫാണ്. പക്ഷേ ലോങ് റൂട്ട് വെച്ചാൽ ഒരു 7 മണിക്കൂറൊക്കെ ഫ്ലൈ ചെയ്യും. അപ്പോൾ ആ സമയത്ത് പോകുകയാണെങ്കിൽ ഒരു ദിവസം നിൽക്കും, പിന്നെ തിരിച്ചു വരും. ഇൻഡിഗോയിൽ നേരത്തെ ഇഷ്യൂ ഉണ്ടായില്ലേ, ഈ റെസ്റ്റ് ടൈമുമായി ബന്ധപ്പെട്ടിട്ടാണ് ഫ്ലൈറ്റ്സ് ഒക്കെ അവർ ഡൗൺ ചെയ്തത്. അത്തരം ഇഷ്യൂസ് ഒക്കെ എയർ അറേബ്യയിലൊക്കെ ഉണ്ടോ? ഇല്ല. അത് നമ്മളെ UAE GCA ആണ്. അപ്പോൾ അവിടെ ഞങ്ങൾ മെയിൻലി ഒക്കെ പ്രൊട്ടക്റ്റഡ് ആണ്, ഒക്കെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. നമ്മുടെ ഇവിടെയാണ് ഈ ഇടയ്ക്ക് ഈ കുഴപ്പങ്ങൾ കാണിക്കുന്നത് അല്ലേ? അവിടെ UAE ലോസ് ഒക്കെ വെരി ഡിഫറെൻ്റ് ആണ്. അവിടെ എല്ലാവരും റെസ്റ്റൊക്കെ ഭയങ്കര സീരിയസ് ആണ്. അപ്പോൾ ഒരാളും ഫെറ്റീഗ് ആയിട്ട് ഇങ്ങനെ ഡ്യൂട്ടിക്ക് വരില്ല. അതെ, അത് യാത്രക്കാരുടെ ജീവൻ ഇവരുടെ കയ്യിലാണ്. അശ്വതി, നമ്മൾ നമ്മുടെ ഈ സംഭാഷണം അവസാനിപ്പിക്കും മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗിയർ ഉണ്ടോ എന്ന് ചോദിച്ച പോലെ അടുത്തൊരു മണ്ടത്തരം ചോദിക്കാൻ പോകാം. വിമാനത്തിന് ബ്രേക്ക് ഉണ്ടോ? ബ്രേക്ക് ഉണ്ട്. ബ്രേക്ക് ഉണ്ട്. നമ്മൾ കാലിലാണ് ബ്രേക്ക് ഇല്ല. നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യാനൊക്കെ ബ്രേക്ക് വെച്ചിട്ടാണ്, കാലിൽ പെഡൽ വെച്ചാണ് ബ്രേക്ക് നമ്മൾ കൺട്രോൾ ചെയ്യുക. നിങ്ങൾ ഈ ടാക്സി ചെയ്യുമ്പോഴത്തേക്ക് ഈ നമ്മുടെ വിമാനത്തിൻ്റെ ടയറുകളിലാണല്ലോ പോകുന്നത്. ഇത്രയും വലിയ ഭാരം താങ്ങാൻ ഈ ചെറിയ ടയറിന് എങ്ങനെ പറ്റും? അതാണ് നമ്മളെ ഹ്യൂമൻ ക്രിയേഷൻ്റെ ഇത്ര നമ്മൾ അത് റബ്ബർ തന്നെയല്ലേ? ലാറ്റക്സ് അല്ലേ? ലാറ്റക്സ് ആണ്. അതിനൊക്കെ നമ്മളൊരു പ്രഷർ വെച്ചിട്ടാണ് പ്ലെയിൻ അത് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഹ്യൂമൻ മൈൻഡ്സും ക്രിയേറ്റിവിറ്റിയാണ് ഇങ്ങനത്തെ ഒരു ലാൻഡിംഗ് ഗിയർ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ലാൻഡിംഗ് ഗിയർ എന്നാണ് ശരിക്കും വിമാനത്തിൻ്റെ ചക്രങ്ങൾക്ക് പറയുന്നത് അല്ലേ? ലാൻഡിംഗ് ഗിയർ. ചിലപ്പോൾ അത് ഈ അകത്തേക്ക് കയറുന്നില്ല എന്നുള്ള പ്രശ്നം പറയുന്നു. ചിലപ്പോൾ അത് ലാൻഡ് ചെയ്യാൻ നേരത്ത് ഇറങ്ങി വരുന്നില്ല, ഇങ്ങനത്തെ പരാതികൾ വരാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും അത്തരം സാഹചര്യങ്ങളിൽ? ആ സമയത്ത് രണ്ടും ഡേഞ്ചറസ് അല്ലേ? രണ്ടും ഡേഞ്ചറസ് ആണ്. രണ്ടും ഞങ്ങൾ ട്രെയിൻഡ് ആണ് എങ്ങനെയാണ് ലാൻഡ് ചെയ്യുന്നത്. ഒക്കെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് പോയില്ലെങ്കിൽ നമ്മൾ തിരിച്ച് അപ്പം നമുക്കറിയാം ഓക്കെ ഇത് പ്രശ്നമുണ്ട്, നമുക്ക് സിസ്റ്റംസ് ഉണ്ട്, അലേർട്ട് ചെയ്യും ഒക്കെ അറിയാമെങ്കിൽ. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ഫെയിലിയർ വന്നാൽ നമ്മൾ ആദ്യം ഞങ്ങൾ ഫോളോയിങ് പ്രൊസീജിയേഴ്സ് ചെയ്യും. ആദ്യം നമ്മൾ ഒക്കെ കൺട്രോൾഡാണ് നോക്കും. എന്നിട്ടാണ് ഞങ്ങൾ ഓക്കെ ഇനിയൊരു ഫെയിലിയർ ഉണ്ട്, നമ്മൾ എന്താ ചെയ്യുക അതിൻ്റെ പറ്റി. ഈ ഇങ്ങനത്തെ ഒരു ഫെയിലിയർ വെച്ച് നമുക്കൊരു ഡിസിഷൻ എടുക്കണം. ഒന്നെങ്കിൽ തിരിച്ച് ലാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഒക്കെ നമ്മളൊക്കെ എത്ര ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അത്ര നമ്മൾ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൺസൾട്ട് ചെയ്യും രണ്ടാളും, ഞാനും ക്യാപ്റ്റനും വെച്ച് ഓക്കെ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഡിസിഷന്, നമുക്ക് ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ പറ്റും. ലാൻഡിംഗ് ഗിയർ സ്റ്റക്ക് ആണെങ്കിലും ലാൻഡിംഗ് ഗിയർ ഉള്ളിലാണെങ്കിലും പ്ലെയിൻ സ്റ്റക്ക്. ഉള്ളിലാണെങ്കിൽ എങ്ങനെ ലാൻഡ് ചെയ്യാൻ പറ്റും? ഉള്ളിലാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ലോങ്ങർ റൺവേ എടുക്കണം, ലെങ്ത് കൂടിയ. പക്ഷെ അപ്പോൾ ബോഡി വന്ന് ഒരേത്തില്ല റൺവേ. അതാണ്. അപ്പോൾ ഞങ്ങൾ എയർക്രാഫ്റ്റ് അത്ര ലോ ആയിട്ട് ഫ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് മിനിറ്റ് മാത്രമേ ഞങ്ങൾ താഴേക്ക് വെക്കുള്ളൂ. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ലോങ് റൺവേ വേണമെന്ന്. ലോങ് റൺവേ ആകുമ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് മാത്രമേ ബോഡി ടച്ച് ചെയ്യും. പക്ഷെ എന്നാലും സ്പാർക്ക് ഉണ്ടാവില്ലേ? സ്പാർക്ക് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ആകുമ്പോഴേക്കും എല്ലാവരും റെഡി ആയിരിക്കും. ഇങ്ങനത്തെ ഒരു ഫെയിലിയർ ആകുമ്പോൾ എല്ലാവർക്കും അറിയാം ഓക്കെ ഫയർ ഉണ്ടാവും, എന്തെങ്കിലും അൺപ്രഡിക്റ്റഡ് സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രെയിൻഡ് ആണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻ എന്തെങ്കിലും പറ്റിയാലും പൈലറ്റ്സ് ആയാലും ക്യാബിൻ ക്രൂ ആയാലും എയർപോർട്ടിലുള്ള ഗ്രൗണ്ട് എല്ലാവർക്കും അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ എല്ലാവർക്കും അറിയാം, എമർജൻസി സംവിധാനങ്ങളൊക്കെ റെഡി ആയിരിക്കും. അപ്പോൾ എല്ലാവരും സേഫ്റ്റി ആയിരിക്കും മെയിൻ കൺസേൺ. അപ്പോൾ എല്ലാവരും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ചിലപ്പോൾ ഈ ടയർ പൊട്ടിപ്പോയി എന്നൊക്കെ കേൾക്കാം. അത് നമ്മൾ അല്ലെങ്കിൽ ഭയങ്കര സ്പീഡ് പോവുകയാണെങ്കിൽ ലൈക്ക് എല്ലാ ടയറിനും ഒരു ലിമിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ചില സമയത്ത് മെയിൻ്റനൻസ് പ്രോപ്പർലി ചെയ്തില്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അപ്പോഴും സ്റ്റിൽ ഞങ്ങൾക്ക് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും സിറ്റുവേഷൻ. അപ്പോൾ എല്ലാത്തിനും ഒരു ഫെയിലിയറിന് നമുക്കൊരു ആൻറ്റിസിപ്പേറ്റ് ഉണ്ട്, ഒരു പ്രൊസീജിയർ ഉണ്ട്, ഒക്കെ ഒരു സൊല്യൂഷൻ ഉണ്ട് ഒക്കെ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ ടയർ ബേസ്റ്റ് ആണെങ്കിലും പ്ലെയിന് കൺട്രോൾ ചെയ്യാൻ പറ്റും സ്റ്റിൽ. പ്ലെയിന് ടാക്സി ചെയ്യാൻ പറ്റൂ. ഒരു സ്പീഡ്സ് ഉണ്ട്, അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ സ്പീഡ് വെച്ച് മാത്രമേ ഈ ഒരു ടയർ പോവുകയാണെങ്കിൽ ഇതാണ് ചെയ്യേണ്ടതെന്ന്. ഒക്കത്തിനൊരു നമുക്ക് എല്ലാം കവേർഡാണ്. എന്ത് ഫെയിലിയർ വന്നാലും ഒരു പ്രൊസീജിയർ ഉണ്ടായിന്. അതിനൊക്കെ പ്രൊസീജിയേഴ്സ് ഞങ്ങൾ ട്രെയിൻഡ് ആണ് എന്താ ചെയ്യേണ്ടത്. അല്ല, നമ്മൾ ഈ റൺവേയിലൂടെ ഓടുന്നതിനാണല്ലോ ടാക്സി എന്ന് പറയുന്നത്. ഇപ്പോൾ എത്ര ഒരു ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എത്ര ഓടിയിരിക്കണം അങ്ങനെ വല്ലതും ഉണ്ടോ?
അതോ നമുക്ക് ഈ ത്രസ്റ്റ് കിട്ടുന്നത് വരെ ഓടുക എന്നുള്ളതാണോ? ഒരു സ്പീഡ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും. അന്ന് എല്ലാ സ്പീഡ് ഡിഫറെൻ്റ്, എല്ലാ ദിവസവും സ്പീഡ് വേറെ ആയിരിക്കും. അന്ന് വെയിറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, വെതർ വേറെ ദിവസം ആയിരിക്കും, റൺവേ ലെങ്ത്ത്. അപ്പോൾ എല്ലാ ദിവസവും ഒരു സ്പീഡ് ഉണ്ട് ഞങ്ങൾക്ക്. അതിന് V1, VR ആൻഡ് V2 ഈ 3 സ്പീഡ്സാണ് ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. V1 പറഞ്ഞ ഒരു ഡിസിഷൻ സ്പീഡാണ്. നമ്മളിപ്പോൾ ഒരു ടേക്ക് ഓഫ് ചെയ്യുന്ന റിജക്റ്റ് ചെയ്യണമെങ്കിൽ V1 മുമ്പേ ചെയ്യണം. V1 ആഫ്റ്റർ ചെയ്താൽ നമ്മൾ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യണം. VR വെച്ചാണ് നമ്മൾ ഈ പ്ലെയിൻ പൊന്തുന്ന ഹൈ സ്പീഡിലാണ്. V2 വെച്ച ഹൈ സ്പീഡ് വെച്ചിട്ടാണ് നമ്മൾ ബെസ്റ്റ് നമുക്ക് പൊങ്കാൻ പറ്റുന്ന ഹൈ സ്പീഡാണ് തരുന്നത്. അപ്പോൾ ഈ ഓരോരോ സ്പീഡ്സിന് ഓരോരോ ക്യാരക്ടർ ഉണ്ട്. എന്നാൽ ഈ ഫ്ലൈ ചെയ്ത് പൊങ്ങുന്നതിന് തൊട്ട് മുമ്പ് എത്ര സ്പീഡ് ഉണ്ടാവും km/h പറയുകയാണെങ്കിൽ? ഒരു ആവറേജ് ഒരു 300 കിലോമീറ്റേഴ്സ്. ആ സ്പീഡിലാണ് പറന്നു പോകുന്നത് അല്ലേ? നമ്മൾ 150 knots ആണ് ഒരു ആവറേജ് V1, V2 സ്പീഡ്. അത് എല്ലാ ദിവസവും വേറെ വേറെ സ്പീഡ്സ് ആയിരിക്കും. ഡിപ്പെൻസ് ആണ് വെയിറ്റ് അനുസരിച്ചിട്ടൊക്കെ, അല്ലെങ്കിൽ അന്നത്തെ വെതറും. ഓരോരോ ഞങ്ങൾക്കൊരു iPads ഉണ്ട്, അതിൽ വെച്ച് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും സ്പീഡ്സ് ഒക്കെ. അതാണ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്നത് സ്പീഡ് ചെയ്യാം. ഇപ്പോൾ അശ്വതിനെ നമ്മൾ പ്രേക്ഷകർ ഇപ്പോൾ അശ്വതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഈ പയ്യൻ കൊള്ളാലോ പൈലറ്റ് എന്നൊക്കെ പറയുന്നുണ്ടാവും. എവിടുത്തുകാരനാ എന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിളിയോട് വിളിയായിരിക്കും. എവിടെയാണ് അശ്വതിൻ്റെ സ്ഥലം? ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ദുബായിലാണ്. ഫാമിലിയൊക്കെ ദുബായിലാണ്. അച്ഛന് ഒരു പാർട്ട്ണറാണ് ഒരു കൺസൾട്ടിങ് ഫേമിൽ. അമ്മ ആദ്യം ഒരു അക്കൗണ്ടൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഭയങ്കര സ്കൂളിലൊക്കെ ഭയങ്കര പ്രശ്നമായതുകൊണ്ട് വീട്ടിൽ വർക്ക് ചെയ്യാൻ തീരുമാനിച്ച്. ഏച്ചി ഒരു CA ആണ്. ചേച്ചിയുടെ പേരെന്താ? അഷിത. അച്ഛൻ്റെ അമ്മയുടെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു പേര്. അച്ഛൻ്റെ പേര് പുഷ്പൻ, അമ്മേൻ്റെ പേര് സുമ. നിങ്ങൾ കൊയിലാണ്ടിക്കാരാ അല്ലേ? ഞങ്ങൾ കൊയിലാണ്ടിക്കാരാണ്. പിന്നെ അളിയനുണ്ട് മനോജ്. രണ്ടാളും ചാർട്ടേഡ് അക്കൗണ്ട്സ് ആണ്. അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ദുബായിൽ വർക്ക് ചെയ്യുന്നത്. അതാണ് എൻ്റെ സ്മോൾ ഫാമിലി. ഒരു കാര്യം, നല്ല ഒന്നാമതൊരു കിടുക്കാച്ചി പയ്യനാണ്, കല്യാണമൊന്നും ആയിട്ടില്ല. അവിടെ പറഞ്ഞു വെക്കാം. നോക്കുന്നുണ്ടോ? ഇല്ല, എപ്പോഴൊന്നും ആയിട്ടില്ല, സമയമായില്ല. ഇല്ല, ആദ്യം ഡ്രീംസ്, അത് കഴിഞ്ഞിട്ടാണ് വലിയ വിമാനം പറപ്പിക്കണം, അതാണ് എന്നിട്ടേ ഉള്ളൂ. അതെ. ഏതായാലും എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കൂടി ഒരു ഇലയിട്ട് സദ്യ തരണം. നമ്മുടെ പ്രേക്ഷകരോടൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഏതായാലും വലിയ സന്തോഷം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും സംസാരിക്കാൻ വന്ന്. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് അടുത്ത അംബിഷൻ? അടുത്ത അംബിഷൻ ഒരു വലിയൊരു എയർലൈനിലേക്ക് ജോയിൻ ചെയ്യാൻ. വലിയൊരു പ്ലെയിൻ, ഒരു A380 അല്ലെങ്കിൽ ഒരു 350 ഫ്ലൈ ചെയ്യണം. ഇപ്പോൾ ഫ്ലൈ ചെയ്യുന്ന ഒരു മീഡിയം ഫ്ലൈറ്റ് ആണ്. എത്ര സീറ്റ്സ് ഉള്ളതാണ്? എൻ്റെ ഫ്ലൈറ്റിൽ ഇപ്പോൾ ആകെ 215 സീറ്റ്സ് ഉള്ളൂ. ഇനി ഒരു 600 സീറ്റ്സുള്ള ഒരു ഫ്ലൈറ്റ് കയറണം, അല്ലെങ്കിൽ ഒരു 350 ഒരു ലോങ് റേഞ്ച് ഫ്ലൈറ്റ് ആണ് അടുത്ത ആംബിഷൻ. എത്രയും പെട്ടെന്ന് ആഗ്രഹം സാധിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട അശ്വത് ഒരു വലിയ വിമാനം പറപ്പിച്ച് നമ്മുടെ കൊച്ചി വിമാനത്താവളത്തിൽ വന്നിറങ്ങട്ടെ. അന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സുഹൃത്തുക്കളായ പുഷ്പൻജിയും സുമാജിയും ആ വിമാനത്തിലുണ്ടാവട്ടെ. നിങ്ങൾ 3 പേരും ഒരുമിച്ച് വരുന്ന ആ യാത്ര നടന്നതിന് ശേഷം 3 പേരെയും വെച്ച് എനിക്കൊന്ന് സംസാരിക്കണം. അത് അധികം വൈകാതെ സാധിക്കട്ടെ എന്ന് ഈ ഓണക്കാലത്ത് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും, അശ്വതിന്, അശ്വതിൻ്റെ അമ്മയ്ക്ക്, അച്ഛന്, എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. വളരെ സന്തോഷം. വീണ്ടും കാണാം.